നമസ്കാരം. സ്വാമി ശരണം. ചാലിഗ്രാമ ബ്രാഹ്മണ സമുദായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 100ാമത് പങ്കുനിയുത്തര മഹോത്സവത്തിൻ്റെ സ്മരണിക പുറത്തിറക്കുന്ന ചടങ്ങ് ഉടൻ ആരംഭിക്കുന്നതാണ്. വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. സ്വാമി ശരണം. CGBS പ്രസിഡന്റ് ശ്രീ യജ്ഞനാരായണൻ സാർ വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ആനയിക്കും. ശ്രീ സുബ്രഹ്മണ്യൻ ശങ്കരൻ നമ്പൂതിരി അവർകൾ, ഡോക്ടർ വി സഹസ്രനാമം, പി സുബ്രഹ്മണ്യ മുൻ മേൽശാന്തി പമ്പ ഗണപതി ക്ഷേത്രം, വലിയശാല വാർഡ് ബഹുമാനപ്പെട്ട കൗൺസിലർ ശ്രീ S കൃഷ്ണകുമാർ, വിപ്രധ്വനി ചീഫ് എഡിറ്റർ ശ്രീ S കസ്തൂരിരംഗൻ, ശ്രീ K മഹാദേവൻ, CGBS മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഗണപതി സുബ്രഹ്മണ്യം, ശിവസുബ്രഹ്മണ്യ, ശ്രീറാം, ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശ്രീറാം, ജനറൽ കൺവീനർ ശ്രീ നീലകണ്ഠൻ, ശ്രീ ശങ്കരനാരായണൻ, ലക്ഷ്മണൻ, ഹരിഗണേഷ്, CGBS സെക്രട്ടറി ശ്രീ ഹരിഗണേഷ്, കമലാകൃഷ്ണൻ, എല്ലാവരെയും, ശ്രീ ഗിരീഷ്, എല്ലാവരെയും സന്തോഷപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചാലിഗ്രാമ ബ്രാഹ്മണ സമുദായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 100ാം പങ്കുനിയുത്തര മഹോത്സവത്തിൻ്റെ സ്മരണിക പ്രകാശനം ചെയ്യുന്ന ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. എല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. കുമാരി പൂർണ്ണലക്ഷ്മി. ശ്രീഗണനാഥ സിന്ദൂരവർണ കരുണ സാഗര കരിവദന ലംബോധര ലകുമികര അംബാസുത അമര വിനോത ലംബോധര ലകുമികര ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാഭാവോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. കുമാരി പൂർണ്ണലക്ഷ്മി KV SAP പേരുക്കടയിലെ 6ാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനിയാണ്. ആശംസകൾ. ഓൾ ദി ബെസ്റ്റ്. സ്വാഗതം ആശംസിക്കുന്നത് ശങ്കറാണ്. ശ്രുതിസ്മൃതി പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോഹശങ്കരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ CGBS പ്രസിഡന്റുമായ ശ്രീ യജ്ഞനാരായണൻ സാർ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, CGBS അംഗങ്ങളെ, അഭ്യുദകാംക്ഷികളെ, സുഹൃത്തുക്കളെ, ചാലിഗ്രാമ ബ്രാഹ്മണ സമുദായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 100ാം പങ്കുനിയുത്തര മഹോത്സവം സെൻറ്റിനറി സെലിബ്രേഷൻസ് 2025യുടെ സ്മരണിക പുറത്തിറക്കുന്ന ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏപ്രിൽ 11-ാം തീയതിയായിരുന്നു പങ്കുനിയുത്തരം. ഇന്ന് ഒക്ടോബർ 11, നമ്മൾ സ്മരണിക പുറത്തിറക്കുന്ന ദിവസം. കഴിഞ്ഞ പൊതുയോഗത്തിൽ, CGBSൻ്റെ പൊതുയോഗത്തിൽ 100ാം പങ്കുനിയുത്തര മഹോത്സവം വിപുലമായ രീതിയിൽ നടത്തുന്നതിന് വേണ്ട ഒരു ആലോചന യോഗം കൂടുകയും തുടർന്ന് സമിതിയെ രൂപീകരിക്കുകയും അതിന് പല ഉപസമിതികളും ഉണ്ടായിരുന്നു. അതിൽ ഒരു ഉപസമിതിയാണ് പത്രാധിപ സമിതി, സുവനീർ കമ്മിറ്റി. ഒരു ചടങ്ങ് പൂർത്തിയായി അതിലെ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് വിശദമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാം കവറേജ് ചെയ്തുകൊണ്ട് വേണം സ്മരണിക പുറത്താക്കണം എന്ന CGBS മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനം 100% ശരിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ 6 മാസ കാലയളവിലെ നമ്മളുടെ പ്രവർത്തനം. ഈ ചടങ്ങിന് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. CGBS പ്രസിഡന്റ് ശ്രീ യജ്ഞനാരായണൻ സാറിനെ ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന തന്ത്രവേദാന്തരത്നം ബ്രഹ്മശ്രീ അരീക്കര സുബ്രഹ്മണ്യൻ ശങ്കരൻ നമ്പൂതിരി അവർകൾ, മേൽശാന്തി പഴങ്ങാട്, അവരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാമായ നമ്മുടെ പരിപാടികൾക്കെല്ലാം ഇപ്പോഴും ഓടിയെത്തുന്ന ഡോക്ടർ വി സഹസ്രനാമം, മുൻ മേധാവി റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്താൾമോളജി ഡോക്ടറെ ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ പി സുബ്രഹ്മണ്യ, മുൻ മേൽശാന്തി പമ്പ ഗണപതി ക്ഷേത്രം,
സാറിനെ ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ വലിശാല വാർഡ് കൗൺസിലർ ശ്രീ കൃഷ്ണകുമാർ സാറിനെ ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിപ്രധ്വനിയുടെ ചീഫ് എഡിറ്റർ ശ്രീ കസ്തൂരി രംഗൻ സാറിനെ ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സുവനീർ കമ്മിറ്റിയുടെ പത്രാസമിതി അംഗം ആയിരുന്ന ശ്രീ കെ മഹാദേവൻ സാറിനെ ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. CGBSൻ്റെ ഊർജ്ജസ്വലനായ സെക്രട്ടറി ശ്രീ VL ഹരിഗണേഷ് അവരെ ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആഘോഷ കമ്മിറ്റി സെൻറ്റിനറി സെലിബ്രേഷൻസ് 2025 ചെയർമാൻ ശ്രീ ശ്രീറാം സാറിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൺവീനർ ശ്രീ നീലകണ്ഠൻ സാറിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. CGBS മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ സർവശ്രീ ശിവസുബ്രഹ്മണ്യ സാർ, ലക്ഷ്മണൻ സാർ, ശങ്കരനാരായണൻ സാർ, ഗിരീഷ് സാർ, ട്രഷറർ ശ്രീ ഗണപതി സുബ്രഹ്മണ്യ സാർ എന്നിവരെ ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സ്മരണികയുടെ ചീഫ് എഡിറ്റർ ശ്രീ ശിവസുബ്രഹ്മണ്യ സാറിനെ ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സിനെ സ്വാഗതം ആശംസിക്കുവാൻ എനിക്ക് അവസരം തന്ന CGBS മാനേജിംഗ് കമ്മിറ്റിക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ലോഹ സമസ്ത സുഖിനോ ഭവന്തു. അധ്യക്ഷ പ്രസംഗത്തിനായി ശാലിഗ്രാമ ബ്രാഹ്മണ സമുദായം പ്രസിഡന്റ് CGBS പ്രസിഡന്റ് ശ്രീ യജ്ഞനാരായണൻ സാറിനെ സന്തോഷപൂർവ്വം സ്വാഗതിക്കുന്നു. ഓം ശ്രീ മഹാഗണപതയേ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. പங்குനി ഉത്ര മഹോത്സവത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന ശതാബ്ദി ആഘോഷ സ്മരണികയുടെ ഔപചാരിക പ്രകാശനം നിർവഹിക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി നമ്മുടെ ക്ഷണപ്രകാരം വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് സ്വാഗതം. നമ്മുടെ വിശിഷ്ടാതിഥിയായി ഈ സ്മരണികയുടെ പ്രകാശന കർമ്മം നിർവഹിക്കുവാൻ എത്തിയിരിക്കുന്നത് തന്ത്രിയും പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയുമായ ബ്രഹ്മശ്രീ അരീക്കര സുബ്രഹ്മണ്യൻ ശങ്കരൻ നമ്പൂരി അവർകളാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുവാൻ ചെന്നപ്പോൾ വളരെ സന്തോഷപൂർവ്വം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വരാമെന്ന് സമ്മതിക്കുകയുണ്ടായി. അദ്ദേഹത്തോടൊപ്പം വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ്താൽമോളജി മുൻ ഡയറക്ടറായ ഡോക്ടർ V സഹസ്രനാമം, പമ്പ ഗണപതി കോവിൽ മുൻ മേൽശാന്തിയും ഇപ്പോൾ പാൽക്കുളങ്ങര ക്ഷേത്രത്തിലെ ശാന്തിയുമായ ശ്രീ P സുബ്രഹ്മണി, വലിയശാല വാർഡ് കൗൺസിലർ ശ്രീ കൃഷ്ണകുമാർ, വിപ്രധ്വനി ചീഫ് എഡിറ്റർ ശ്രീ കസ്തൂരി രംഗൻ, സുവനീർ കമ്മിറ്റി ചീഫ് എഡിറ്റർ ശ്രീ ശിവസുബ്രഹ്മണി, സുവനീർ കമ്മിറ്റിയിലെ മുതിർന്ന അംഗവും കോർഡിനേറ്ററുമായ ശ്രീ മഹാദേവൻ, സുവനീർ കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ, CGBS മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കൂടാതെ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഗ്രാമവാസികൾക്കും വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ ഹാർദമായ സ്വാഗതവും നമസ്കാരവും. ഗ്രാമദേവനായ ശ്രീ മഹാഗണപതിയുടെയും ശ്രീ ധർമ്മശാസ്താവിൻ്റെയും അനുഗ്രഹാശിസ്സുകൾ കൊണ്ട് പங்குനിയുത്ര ശതാബ്ദി ആഘോഷങ്ങളും പൂജകളും ചടങ്ങുകളും ആത്മീയ കലാപരിപാടികളുമെല്ലാം നാട്ടുകാരുടെയും ഗ്രാമവാസികളുടെയും അർപ്പണബോധത്തോടെയുള്ള സഹായ സഹകരണങ്ങൾ കൊണ്ട് വളരെ ഭംഗിയായി നടത്തുവാൻ നമുക്ക് സാധിച്ചു. ഗ്രാമത്തിലെ പங்குനിയുത്ര മഹോത്സവത്തിൻ്റെ ചരിത്രം അതിൻ്റെ തുടക്കം മുതൽ ഒരു തടസ്സവും കൂടാതെ ഇന്ന് 100ാമത് ഉത്സവം ആഘോഷിക്കുന്നത് വരെ എത്തി നിൽക്കുകയാണ്. ഇത്രയും കാലം പല വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്ത് ഓരോ വർഷവും ഈ മഹോത്സവം ഗംഭീര വിജയമാക്കിയ എല്ലാവരെയും ഈ അവസരത്തിൽ സ്മരിക്കേണ്ടത് നമ്മുടെ പ്രധാന കർത്തവ്യമാണ്. ഒരു നൂറ്റാണ്ട് ഒരു ചെറിയ കാലയളവല്ല. ആ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോഴേക്കും എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര മാറ്റങ്ങൾ, എത്രയെത്ര തലമുറകൾ, ആ തലമുറകളുടെ മഹത്തായ സംഭാവനകൾ എല്ലാം എന്നെന്നും സ്മരിക്കപ്പെടേണ്ടതാണ്. ഇന്ന് പ്രകാശനം ചെയ്യുന്ന ഈ സ്മരണികയിലെ വിഭവങ്ങളെല്ലാം ഒരു പരിധിവരെ അതിനോട് നീതി പുലർത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പങ്കുനിയുത്രം കഴിഞ്ഞ ഉടനെ തന്നെ സുവനീർ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. സുവനീറിൽ ചേർക്കേണ്ട ലേഖനങ്ങൾ, കഥകൾ, ചടങ്ങുകളുടെ വിവരണങ്ങൾ, ഫോട്ടോകൾ, കീർത്തനങ്ങൾ, ശ്ലോകങ്ങൾ, പരസ്യങ്ങൾ തുടങ്ങിയവ ശേഖരിച്ച് അച്ചടിക്കുവാൻ വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങി. കഴിഞ്ഞ വർഷങ്ങളിലെ പങ്കുനിയുത്ര മഹോത്സവങ്ങളുടെ ചരിത്രവും സംഭാവനകളും സവിശേഷതകളും മറ്റും
വിവരിക്കുന്ന രചനകളാൽ സമ്പന്നമാണ് ഈ സ്മരണിക. കൂടാതെ പഴയ തലമുറയിലെ വിശിഷ്ട വ്യക്തികളുടെ ചിത്രങ്ങളും കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന പ്രധാന വിശേഷങ്ങളുടെ അപൂർവ ചിത്രങ്ങളും ലേഖനങ്ങളും അടങ്ങിയതാണ് ഈ സ്മരണിക. പുതിയ തലമുറയ്ക്ക് എന്നെന്നും ഉപയോഗിക്കാവുന്ന ഒരു റഫറൻസ് ഗ്രന്ഥമായി ഇത് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. പങ്കുനി ഉത്ര ശതാബ്ദി സ്മരണിക പ്രകാശനം ചാലൈഗ്രാമ ബ്രാഹ്മണ സമുദായത്തിൻ്റെ അനശ്വര മുഹൂർത്തമായി ഞാൻ കാണുന്നു. സ്മരണിക പ്രകാശന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച സുവനീർ കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുന്നു. സ്മരണിക പ്രകാശന പ്രവർത്തനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ പങ്കുനി ഉത്ര ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശ്രീ എം ശ്രീറാം, കൺവീനർ ശ്രീ നീലകണ്ഠൻ, സ്മരണികയിൽ വളരെ നല്ല ലേഖനങ്ങൾ, ശ്ലോകങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരണത്തിന് വേണ്ട മേൽനോട്ടം വഹിച്ച ചീഫ് എഡിറ്റർ ശ്രീ ശിവസുബ്രഹ്മണി, സ്മരണികയിൽ ചേർക്കാൻ അപൂർവങ്ങളായ പഴയ ചിത്രങ്ങൾ നൽകി സഹായിച്ച ശ്രീ ജി ശങ്കരനാരായണൻ, ശ്രീ ബാലസുബ്രഹ്മണ്യൻ, ആത്മീയ ലേഖനങ്ങളും വിവരണങ്ങളും നൽകിയ വിശിഷ്ട വ്യക്തികൾ, വേണ്ടത്ര പരസ്യങ്ങൾ സ്മരണികയിൽ ഉൾപ്പെടുത്താൻ മുൻകൈയെടുത്ത സീനിയർ അംഗം ശ്രീ മഹാദേവൻ സാർ, സ്മരണികയിൽ ചേർക്കേണ്ട ലേഖനങ്ങളും മറ്റു മാറ്ററുകളും ചിട്ടപ്പെടുത്തി തന്ന വിപ്രധ്വനി അസോസിയേറ്റ് എഡിറ്റർ ശ്രീ കെ എസ് വെങ്കടസുബ്രഹ്മണ്യം, മറ്റംഗങ്ങളായ ശ്രീ രാമസ്വാമി, ശ്രീ സത്യാശങ്കർ, ശ്രീ ശങ്കർ, ശ്രീ മണിസ്വാമി എന്നിവരോടുള്ള എൻ്റെയും ചാലൈ ഗ്രാമ ബ്രാഹ്മണ സമുദായം കമ്മിറ്റിയുടെയും അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമുക്കെന്നും അഭിമാനിക്കാവുന്ന ഒരു സംഭവമായി ഈ പങ്കുനി ഉത്ര ശതാബ്ദി സ്മരണിക നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം. സ്വാമി ശരണം. ഇനി ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങാണ്. ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം നിർവഹിക്കാൻ തന്ത്രവേദാന്തരത്നം ശ്രീ ബ്രഹ്മശ്രീ അരീക്കര സുബ്രഹ്മണ്യൻ ശങ്കരൻ നമ്പൂരി അവരുകളെയും വിശിഷ്ടാതിഥികളെയും ക്ഷണിക്കുന്നു. സ്വാമി ശരണം. ഉദ്ഘാടന പ്രസംഗത്തിനായി ശ്രീ തന്ത്രവേദാന്തരത്നം ബ്രഹ്മശ്രീ അരീക്കര സുബ്രഹ്മണ്യൻ ശങ്കരൻ നമ്പൂതിരി അവരുകളെ ക്ഷണിക്കുന്നു. ഋഗ്വേദ പണ്ഡിതനും ന്യൂഡൽഹി ആർക്കേപുരം അയ്യപ്പ ക്ഷേത്രത്തിലും തെക്കാട് ശാസ്താക്ഷേത്രത്തിലും മുൻ മേൽശാന്തിയായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. സ്വാമി ശരണം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഈ വേദിയിലും അതേപോലെ സദസ്സിലുമൊക്കെ ഇരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ പൈങ്കുനി ഉത്രത്തിൻ്റെ 100ാമത് വാർഷികോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സ്മരണിക പുറത്തിറക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എന്നെ ക്ഷണിക്കാനായിട്ട് വന്നപ്പോൾ തന്നെ ഞാനത് പറഞ്ഞിരുന്നു. ഞാനും നിങ്ങളെ ഒക്കെ പോലെ തന്നെ ശ്രീധർമ്മശാസ്താവിൻ്റെ ഒരു ഭക്തനാണ്. കൂടാതെ ഞാൻ ശാന്തി കഴിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ശ്രീധർമ്മശാസ്താവിൻ്റെയാണ്. ഏകദേശം 18 വർഷം
ശാസ്താവിനെ പൂജിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ പ്രശസ്തനായിട്ടുള്ള എൻ്റെ ഗുരുനാഥനുണ്ട്, അമ്പലപ്പുഴ തന്ത്രിയായിട്ടുള്ള പുതുമന ശ്രീധരൻ നമ്പൂതിരി. അവിടുന്ന് താന്ത്രിക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് ശാന്തീകരിക്കുന്നത് ഒരു ദേവീക്ഷേത്രമായിരുന്നു. ഞങ്ങളുടെ തന്നെ പരദേവതയായിട്ടുള്ള നെടുങ്കുന്നം ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിലായിരുന്നു. അതിനുശേഷം ഒരു മഹാക്ഷേത്രത്തിൽ ആദ്യമായിട്ട് മേൽശാന്തിയാകുന്നത് ന്യൂഡൽഹിയിലെ രാമകൃഷ്ണപുരം, RK പുരം എന്ന് പറയും. അവിടുത്തെ മേൽശാന്തിയായിട്ടാണ് ആദ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂവും നറുക്കെടുപ്പും ഒക്കെ അഭിമുഖീകരിച്ച് ശ്രീധർമ്മശാസ്താവിൻ്റെ മേൽശാന്തിയാകുന്നത്. അവിടെ 9 വർഷം എനിക്ക് തുടരാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്തേക്ക് വരികയും തൈക്കാട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രം നിങ്ങൾക്കെല്ലാം അറിയാം, വളരെ അടുത്തുള്ള ക്ഷേത്രമാണ്. അവിടെയും ഒരു 9 വർഷം മേൽശാന്തിയാകാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അതിനിടയ്ക്ക് ഒരു 7 തവണ ഞാൻ ശബരിമലയ്ക്ക് അപേക്ഷിച്ചിരുന്നു. അതിൽ 5 തവണയും നറുക്കിൽ വന്നിരുന്നു, പക്ഷേ ഭഗവാൻ വിളിച്ചില്ല. അപ്പോഴാണ് പഴവങ്ങാടിയിൽ വിഘ്നങ്ങളെല്ലാം മാറ്റുന്ന ഒരാളുണ്ടല്ലോ. അപ്പോൾ ഞാൻ തന്നെ, എനിക്ക് കുറച്ച് ജ്യോതിഷവും വാസ്തുവൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ എനിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല, ഇത്രയും തവണ വന്നിട്ടും എൻ്റെ കൂടെയുള്ളവർക്കെല്ലാം കിട്ടി. എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളവരും എല്ലാവരും മേൽശാന്തിമാരായി കഴിഞ്ഞു. ഇപ്പോഴിരിക്കുന്ന മേൽശാന്തിയും എൻ്റെ കൂടെ പഠിച്ച ആളാണ്, അരുൺകുമാർ. അപ്പോൾ എനിക്ക് കിട്ടാത്ത എന്തുകൊണ്ടാണെന്ന് ഞാൻ തന്നെ ഒന്ന് രാശി വെച്ച് നോക്കിയപ്പം ഒത്തിരി തടസ്സങ്ങളുണ്ട്. പരദേവത തുടങ്ങിയിട്ടുള്ള അനേക വിഷയങ്ങളിൽ തടസ്സങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത് മാറണമെങ്കിൽ വേറെ ഈ പരദേവതാ കടാക്ഷം ഉണ്ടാക്കുക അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള അനവധിയായിട്ടുള്ള പരിഹാരക്രിയകളൊക്കെ ചെയ്യുന്നതിൽ ഉത്തമം വിഘ്നേശ്വരനെ ഒന്ന് ഭജിക്കാം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ പഴവങ്ങാടിയിലേക്ക് ഒരു അവസരം വന്നപ്പോൾ അപേക്ഷിക്കുകയും അതേപോലെ തന്നെ ഇൻ്റർവ്യൂവും നറുക്കെടുപ്പും കഴിഞ്ഞ് പഴവങ്ങാടിയിൽ എനിക്ക് കിട്ടുകയും ചെയ്തു. അത് ഒരു വലിയ ഭാഗ്യമായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ ശബരിമലയ്ക്ക് അപേക്ഷിച്ചിട്ടില്ല. കാരണം ഒരു കാലയളവ് അദ്ദേഹത്തെ സേവിക്കണം എന്നെനിക്ക് തോന്നി. അപ്പം ആ വിഘ്നങ്ങളെല്ലാം അദ്ദേഹം നിവാരണം ചെയ്ത് ഒരു ദിവസം എനിക്കും ആ ഒരു അവസരം തരുമായിരിക്കാം. അത് കിട്ടാനായിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക. അതാണ് എനിക്ക് അയ്യപ്പനുമായിട്ടുള്ള ഒരു ബന്ധം. 18 വർഷത്തോളം അദ്ദേഹത്തെ പൂജിക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ ഭാഗ്യമാണ്. ശബരിമലയിലൊക്കെ പോകാൻ സാധിച്ചു, ധാരാളം പൂജാകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനൊക്കെ സാധിച്ചു. അപ്പം അയ്യപ്പൻ്റെ നാമത്തിൽ ഒരു കാര്യത്തിന് വന്ന് വിളിക്കുമ്പോൾ വരത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ വരാമെന്ന് സമ്മതിക്കുകയും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ഞാൻ തന്നെ നിശ്ചയിക്കുകയും ചെയ്തതിൻ്റെ കാരണം. ഇപ്പോൾ ഇവിടുത്തെ ഈ പങ്കുനി ഉത്രം 100 വർഷം ആഘോഷിച്ചു എന്ന് പറഞ്ഞു. അതൊരു വലിയ കാര്യമാണ്. 100 വർഷം ഒരു ഉത്സവം കൊണ്ടാടുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരപ്പെട്ടൊരു കാര്യമല്ലത്. ഒരു ക്ഷേത്രം തന്നെ ഒരു 12 വർഷം ഒരു ദേവിയെ അവിടെ അല്ലെങ്കിൽ ഒരു ദേവനെ വെച്ച് പൂജിച്ചാൽ ആ സ്ഥാനം സ്ഥിരമായി അത് ക്ഷേത്രമായി എന്നാണ് സങ്കല്പം. അപ്പോൾ 100 വർഷം നിങ്ങൾ ആഘോഷിച്ചെങ്കിൽ അതൊരു മഹത്തായ ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ പുറകിൽ ധാരാളം പേരുടെ അധ്വാനവും പരിശ്രമമൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന ഈ സ്മരണികയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഈ ഒരു 100ാം വാർഷികം ആഘോഷിക്കുക എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാഴികക്കല്ലായിരിക്കും. അതിൽ തീർച്ചയായിട്ടും എനിക്കും പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. നമ്മൾ എല്ലാവരും അയ്യപ്പനെ പൂജിക്കുന്നുണ്ട്, അയ്യപ്പനെ സേവിക്കുന്നുണ്ട്, ശബരിമല ദർശനം നടത്തുന്നുണ്ട്. എങ്കിലും 1-2 കാര്യങ്ങൾ ഈ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അയ്യപ്പൻ
അല്ലെങ്കിൽ ശ്രീധർമ്മശാസ്താവ് എന്നൊക്കെ പറഞ്ഞാൽ പലർക്കും ഇന്നും പല കാര്യങ്ങളും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞ് കേട്ടിട്ടുള്ള കഥകൾ പലതാണ്. പല പുസ്തകങ്ങളിലും പല കഥകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സിനിമ ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോഴും സ്വാമി അയ്യപ്പൻ സിനിമയിൽ നടന്ന കഥകളാണ് കൂടുതലും ആളുകൾ കരുതുന്നത്. പക്ഷേ ശരിക്കുള്ള സംഭവങ്ങൾക്ക് ഇതുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. നമുക്കറിയാം, ഒരു സിനിമ എടുക്കുമ്പോൾ അവരുടേതായ രീതിയിൽ അതിൽ കുറച്ച് നമ്മൾ പറയില്ല മസാല എന്നൊക്കെ പറഞ്ഞ പോലെ അത് കയറ്റുന്നുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഒരു സംഗതിയാണ് ഈ സിനിമകൾ, അല്ലെങ്കിൽ ഓരോരുത്തരുടേതായിട്ടുള്ള പുതിയ പുതിയ കണ്ടെത്തലുകൾ ഇങ്ങനെയൊക്കെ ധാരാളമായിട്ട് വരുന്നുണ്ട്. ശരിക്കും അയ്യപ്പനെക്കുറിച്ച് ആദ്യമായിട്ട് ഒരു പരാമർശം വരുന്നത് ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഭൂതനാഥോപാഖ്യാനം എന്ന് പറയുന്ന ഭാഗത്താണ് ഭഗവാൻ ശ്രീധർമ്മശാസ്താവിനെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് അയ്യപ്പൻ്റെ കഥകളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഭൂതനാഥ സർവസ്വം അങ്ങനെ തുടങ്ങിയിട്ട് കുറേ പുസ്തകങ്ങളുണ്ട്. ഇതിനകത്തൂടെല്ലാം നമുക്ക് അയ്യപ്പൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണനെക്കുറിച്ചും ശ്രീരാമനെക്കുറിച്ചുമൊക്കെ നമ്മൾ അറിഞ്ഞത് വാൽമീകിയും അതേപോലെ തന്നെ വേദവ്യാസ മഹർഷിയൊക്കെ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ടാണ്. പക്ഷെ ആ ഒരു പുരാണ കാലഘട്ടത്തിന് ശേഷമായിരുന്നു ശ്രീധർമ്മശാസ്താവിൻ്റെ ജനനം. അതുകൊണ്ടാണ് മറ്റു പുരാണങ്ങളിലൊന്നും അധികം പരാമർശമില്ലാതെ പോയത്. ഇതിൽ നമ്മൾ ധരിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭഗവാൻ ശ്രീധർമ്മശാസ്താവ് അല്ലെങ്കിൽ അയ്യപ്പൻ ബ്രഹ്മചാരിയാണോ അല്ലയോ, ഇതൊരു വലിയ വിഷയമാണ്. അതായത് ഇത് രണ്ടും രണ്ടാളുകളാണ് എന്നുള്ളതാണ് സത്യം. ഭഗവാൻ ശ്രീധർമ്മശാസ്താവ് എന്ന് പറയുന്നത് കൃതയുഗത്തിൽ ജനിച്ചതാണ്. നമുക്കറിയാം, പാലാഴി മഥനവുമായിട്ട് ബന്ധപ്പെട്ട കഥകളൊക്കെ അറിയാം. ഈ പാലാഴി മഥനം നടന്നതിൻ്റെ കൃതയുഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാലത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ പാലാഴി മഥനത്തിന് ശേഷം ആണ് ഈ മോഹിനി അവതാരം ഉണ്ടാവുകയും അതിൽ ഭഗവാൻ മഹാദേവൻ ആകൃഷ്ടനാവുകയും അതിൽ നിന്ന് ശൈവ വൈഷ്ണവ സംഗമമായിട്ട് ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തത്. ആ കുഞ്ഞാണ് പമ്പയുടെ തീരത്ത് കണ്ടത് എന്നാണ് പറയുന്നത്. അല്ല, അതൊരു തെറ്റായ ധാരണയാണ്. ആ കുഞ്ഞിനെ ഭഗവാൻ കൈലാസത്തിലേക്ക് കൊണ്ടുപോയത് ആയിട്ടാണ് ഭൂതനാഥോപാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ കൈലാസത്തിൽ കൊണ്ടുപോയി വളർത്തി ഭൂതനാഥൻ ആയിട്ട്, ശ്രീധർമ്മശാസ്താവായിട്ട്, അതായത് ധർമ്മത്തെ നേരായ വഴിക്ക് നടത്താൻ കഴിവുള്ള ദേവനായിട്ട് ശ്രീധർമ്മശാസ്താവ് ആയിട്ട് വളർത്തുകയാണ്. അങ്ങനെ 18 വയസ്സിന് ശേഷം വേദങ്ങളും വിദ്യകളൊക്കെ അഭ്യസിച്ച് അദ്ദേഹം ഗൃഹസ്ഥാശ്രമിയാണ്. അദ്ദേഹം ഭാര്യാസമേതനായിട്ട് ജീവിച്ചയാളാണ്. ശ്രീധർമ്മശാസ്താവിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആ ധ്യാന ശ്ലോകത്തിൽ തന്നെ സ്നിഗ്ധാരാള വിസാരികുന്തളഭരം സിംഹാസനാധ്യാസിനം സ്ഫൂർജൽ പത്രസുക്ലുപ്തകുണ്ടലമധേ ശിശ്വാസവൃതോർദ്വയം നീലക്ഷൗമവസം നവീന ജലദശ്യാമം പ്രഭാസത്യകൽ സ്വായൽ സ്വാർശയുഗം സ്മരത്ത്. അതിനകത്ത് തന്നെ പറയുന്നുണ്ട് പ്രഭാ സത്യകൻ. പ്രഭ എന്ന് പറയുന്ന ഭാര്യയോടും സത്യകൻ എന്ന് പറയുന്ന മകനോടും കൂടി ജീവിച്ചയാളാണ് ശ്രീധർമ്മശാസ്താവ്. അപ്പോൾ ഈ അയ്യപ്പനാരാ? അതടുത്ത ചോദ്യം. അതാണ് ശ്രീധർമ്മശാസ്താവ്. ഈ ശ്രീധർമ്മശാസ്താവിനെ ശാസ്താവ് പരശുരാമൻ്റെ ഗുരുനാഥനും കൂടെയായിരുന്നു. പരശുരാമനെ വിദ്യകൾ അഭ്യസിപ്പിച്ചതായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അജ്ഞാനമാകുന്ന സാഗരം, അതായിരുന്നു പണ്ടത്തെ കേരളം, ആ അജ്ഞാന സാഗരത്തിൽ നിന്നും പരശുരാമൻ കേരളത്തെ മോചിപ്പിക്കുന്ന സമയത്ത് ഈ കേരളത്തിൽ അന്ന് വാസയോഗ്യമല്ലാതെ വരികയും ഇവിടെ 64 ശാസ്ത്ര സങ്കേതങ്ങൾ ഉണ്ടാക്കിയതായിട്ടും 108 ശൈവക്ഷേത്രങ്ങളും ദേവീക്ഷേത്രങ്ങളും ശാക്തേയ ക്ഷേത്രങ്ങളും 6 സർപ്പക്കാവുകളും ഉണ്ടാക്കിയതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ അത് ധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠയാണ്. ആ ധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠകളിലെ പ്രധാനപ്പെട്ട 4 പ്രതിഷ്ഠകളാണ് നമ്മൾ അച്ചൻകോവിലും ആര്യങ്കാവിലും കുളത്തൂപ്പുഴയിലും ശബരിമലയിലും കാണുന്നത്. ഇത് മറ്റൊരു കാലഘട്ടമാണ്, കൃതയുഗത്തിലുള്ള സംഭവങ്ങളാണ്. അതിനുശേഷം
ആണ് ഈ മഹിഷിയുടെ അവതാരം. അത് വേറൊരു കാലഘട്ടമാണ്. ഇത് രണ്ടാണ്. ഈ മഹിഷി നിഗ്രഹത്തിനായിട്ട് ഒരു അവതാരം അത് കലിയുഗത്തിലാണ്. അതാണ് കലിയുഗവരദനാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ കലിയുഗവരദൻ എന്ന് പറയുന്നത്. കാരണം കലിയുഗത്തിൽ മറ്റ് അവതാര പുരുഷന്മാർ വന്നിട്ടില്ല. കലിയുഗത്തിൽ ആ കലിയുഗത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് മഹിഷി നിഗ്രഹത്തിനായിട്ട് ഭഗവാൻ വീണ്ടും അവതരിക്കുകയാണ്. അതായത് മഹാവിഷ്ണു ശ്രീകൃഷ്ണനായിട്ടും ശ്രീരാമനായിട്ടും അവതാരം ചെയ്ത പോലെ ശ്രീധർമ്മശാസ്താവിൻ്റെ അവതാരമാണ് അയ്യപ്പൻ അല്ലെങ്കിൽ മണികണ്ഠൻ എന്ന് പറയുന്ന ആ ഒരു ഭാവം. ആ ഒരു ഭാവത്തിൽ നമ്മുടെ പമ്പാതീരത്ത് വരികയും പിന്നീടുള്ള കഥകളൊക്കെ നിങ്ങൾക്കറിയാം. രാജശേഖര രാജാവിന് കിട്ടുകയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കഥകൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനുശേഷം ഇത് രണ്ടാളുകളാണ്. ഈ അയ്യപ്പൻ എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. ഈ ശബരിമലയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനിടയ്ക്ക് കുറേ കഥകൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ് സമയം പോകും, ഒത്തിരിയായി ഇപ്പം. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ ഏറ്റവും അവസാനം അയ്യപ്പൻ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്. എനിക്കവിടെ വസിക്കണമെന്ന് പറഞ്ഞ് നമുക്കറിയാം ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സ്ഥലമാണ് ഇന്ന് നമ്മൾ കാണുന്ന ശബരിമല. അതിനടുത്തുള്ള പൊന്നമ്പലമേടാണ് ശരിക്കും ഉള്ള പൂർവികമായിട്ടുള്ള സങ്കേതം. അവിടേക്ക് നമുക്ക് പൂജകൾക്കും മറ്റുമായിട്ട് ചെല്ലുന്നതിന് ഭഗവാൻ അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ടാണ് മറ്റൊരു ക്ഷേത്രം താഴെയായിട്ട് ഈ രാജശേഖര രാജാവ് പണി കഴിപ്പിച്ചത്. അത് അവിടെ ശ്രീധർമ്മശാസ്താവിൻ്റെ മുൻപ് തന്നെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ. ആ ക്ഷേത്രത്തിൻ്റെ പണിയെല്ലാം തീർന്ന് പ്രതിഷ്ഠാവേളയിൽ ആ വിഗ്രഹത്തിലേക്ക് ഈ മണികണ്ഠൻ ലയിക്കുകയായിരുന്നു. ലയിച്ച് ചേരുമായിരുന്നു. അതുകൊണ്ടാണ് ശബരിമലയ്ക്ക് പ്രത്യേകമായിട്ടൊരു പ്രാധാന്യം അവിടെ കൈവന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ചുരുക്കത്തിൽ ഈ പറഞ്ഞ കഥകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് 100 കഥകളാണ് നമ്മൾ പുറമേ കേട്ടുവരുന്നത്. അപ്പം അയ്യപ്പൻ ബ്രഹ്മചാരിയാണോ അല്ലയോ എന്നൊക്കെയുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സത്യകൻ അല്ലെങ്കിൽ പ്രഭ തുടങ്ങിയത് ആരാണ്? ഇങ്ങനെയൊക്കെ അനവധി ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ നമ്മൾ നേരിടുന്ന സമയത്ത് നമുക്കും കൺഫ്യൂഷൻ വരും. ഇതിലേതാ ശരി ഏതാ തെറ്റ് എന്നൊക്കെ നമുക്ക് ഒരറിവില്ലായ്മ വരും. അത് മാറുന്നതിന് വേണ്ടി നമുക്ക് ധാരാളം പുസ്തകങ്ങൾ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വായിക്കണം, പഠിക്കണം. അതെല്ലാം അറിയുന്നതിന് വേണ്ടി ഇത്തരം നല്ല ഉദ്യമങ്ങളൊക്കെ ഉപകരിക്കപ്പെടും. എന്തായാലും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഈ സ്മരണിക പുറത്തിറക്കുന്നതിൻ്റെ ആ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം, നന്ദി. സ്വാമി ശരണം. ഋഗ്വേദ പണ്ഡിതനും ശ്രീ മഹാഗണപതിയുടെയും ശ്രീധർമ്മശാസ്താവിൻ്റെയും ഉപാസകനും പൂജിതനുമായി ചെയ്യുന്ന സുബ്രഹ്മണ്യൻ ശങ്കരൻ നമ്പൂതിരി അവരെ തന്നെ നമുക്ക് ഈ സ്മരണിക പ്രകാശനം ചെയ്യുവാൻ ലഭിച്ചതിൽ നമുക്ക് ഏവർക്കും സന്തോഷമുണ്ട്. ഇനി സ്മരണിക പ്രകാശനമാണ്. സ്മരണിക ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഡോക്ടർ വി സഹസ്രനാമം അവരെ ക്ഷണിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമി ശരണം. 100ാം പங்குനി ഉത്തര മഹോത്സവത്തിൻ്റെ ഈ സ്മരണിക സുവനീർ ആ കമ്മിറ്റിയുടെ ചീഫ് എഡിറ്റർ എസ് ശിവസുബ്രഹ്മണ്യ സാറിനെ ഞാൻ സ്മരണിക പരിചയപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി ക്ഷണിക്കുന്നു. നമസ്സദസേ സർവേഭ്യ നമസ്കാരः. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. ആശ്യാമകോമളവിശാലതനം വിചിത്രം വാസോപസാനമരുണോത്ഫലദാമഹസ്തം ഉത്തുംഗരത്നമകുടം കുടിലാഗ്രകേശം ശാസ്താരമിഷ്ടവരദം ശരണം പ്രപദ്ധ്യേ. ഈ ശ്ലോകത്തോടുകൂടി തന്നെയാണ് നമ്മുടെ സ്മരണയും തുടങ്ങുന്നത്.
The centenary celebrations of Panganiyotram was celebrated under Chale Grama Brahmana Samudayam in a grand scale and most befitting manner. It was really a great occasion for all of us to take pride and cherish that for a long time. It showed the commitment and dedication of all the families of Agraharam towards our traditional values and culture. So it gives us an immense pleasure in bringing out this souvenir to commemorate the grand occasion. The souvenir is titled Vande Shastaram, to be the most befitting for the occasion. So at the outset, on behalf of the souvenir team, I express our deepest gratitude to the festival committee and the Chalagrama Brahmana Samudayam for giving us the opportunity to coordinate and bring out this souvenir, which will be a good memoir for all of us. With the grace of Sri Mahaganapati and Sramana Shasta, we have tried to bring out this souvenir to the best of our ability with the involvement of all our devotees and well-wishers and all Gramavasis. We have tried to include maximum possible information with the available resources, though we cannot claim the completeness due to lack of old information. In fact, I would like to inform Mr. Sri Ambudiri that some of the things which we have told, we have included that. Many things, the Shastras, old thing, they mentioned about the Bodhana Sarvasam also. From there, we have taken some information and given this also, to make it a good one. A detailed report on the events of the celebrations along with the photographs are provided in the pages. In fact, the video clippings of all the programs have been uploaded in our YouTube channel called CGBS Pillayar. So all the videos are available in the YouTube, and those link is also provided in our souvenir. And I would like to inform that the video and the photographs of all the programs are available with us. Anybody wants to have, they can collect from us. Because it can be copied on our pen drive or laptop, it can be taken. All these things are available. And the photographs of all the pictures we have tried to incorporate in the souvenir. Also we have included the photographs of major past events conducted by our Samudayam, like the Mahakumbhabhishekam, which was conducted in the year 1993 and 2017, and the inauguration of this Bhajanavadam, then the 90th Panganiyotram. All those things we could collect the photographs as a memoir, we could include in this souvenir. And few old pictures are also included. Also few articles based on the traditions followed in our Agraharam also be included. That is, which are the earlier Bhajana Sampradayam, Saptaham, all those things are also been, we have touched upon it to make it a complete one. And another few more disclaimer I have to make it, that since the historical articles are written from the memory of senior persons available in Agraharam, there will be chances of some factual inaccuracies which might have crept in inadvertently. So we have to please bear with us. And also some articles have got repetition as well, because some people are written, they have taken based on their understanding of the Sabri and all. So there will be some repetition, but we'll have to honor their commitments, so this also included. So you may find little repetition. And we are gratefully thankful to all those who have provided the various information, articles and all photographs. And also we express our heartful gratitude to all those who have provided the financial support in the advertisement. Because already our President Yajnaran has told about the various persons who have been behind the committee. But I would like to mention special thanks regarding two persons. One is our special thanks to Mr. Sri Laksham Mama, who have provided the historical information of the Panganiyotram and the Shastra part 2 tradition. Because he has only given a lot of information which were not known to any of us. Our special thanks to them. And one more thing, our special gratitude we should give to Srimati Jayalakshmi Sriram, who did a wonderful job in helping from behind the curtain. She was not in the committee directly, but she had done a beautiful job in correcting and reading all the final proof and finding out all the minor mistakes and making suggestions for corrections, so that we could bring out with the error-free, without any, we should minimize the mistakes well in the final printout. On this occasion, I would, on behalf of the CGBS, we express our gratitude to the staff of Akshara Offset for beautifully developing the contents and printing. Okay. Now, this occasion, I would like to use this opportunity to inform regarding our online services of CGBS. In fact, as you are aware, recently, about 6 months back,
we have developed our website, and it was inaugurated by Sri Sahasranam Sir, Dr. only. And there, wherein all the informations of CGBS and the activities are included, and all the donations of the Ganapati temple are also included. Through this site, you can book any puja or offering to our temple, and also offer any donation to the temple as CGBS with the click of a button. Now I request all of you to make use of the same and give wide publicity, especially those who are friends and relatives, those who are staying outside our city, so that it can be direct, it will benefit our society and benefit the temple. And before concluding, I would like to make few appeal to us, requesting all of you to give valuable feedback and comments on the centenary celebrations as well as the souvenir. Please take this opportunity to express your feeling, whether good or bad. This will only be helping in improving our activities, because this is very much required for shaping our future activities. Next, second one is, I would like to, take your memory to the words spoken by Sri Jayakumar Sir during our inauguration ceremony. I quote now, ആചാരവും പൈതൃകവും പാരമ്പര്യവും അനുഷ്ഠാനവും കൂടി ചേർന്ന ഈ മഹോത്സവത്തിൻ്റെ മൂല്യങ്ങൾ സംരക്ഷിച്ച് നിലനിർത്തി കാലഘട്ടത്തിന് ചേരാത്തതിനെ അടിസ്ഥാന തത്വങ്ങൾക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ കാലാനുസൃതമായി നവീകരിച്ച് മുന്നേറേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കേവർക്കുമുണ്ട്. അടുത്ത ശതാബ്ദി, അതായത് 200ാമത് വർഷം ആഘോഷിക്കുമ്പോൾ നമ്മളാരും ഉണ്ടാവില്ല. എങ്കിലും ഇതിൻ്റെ പൈതൃകവും ആചാരാനുഷ്ഠാനങ്ങളും നിഷ്ഠയോടെ സംരക്ഷിച്ചു എന്ന് പറയുവാൻ അന്നുള്ളവർക്ക് കഴിയണം. This is unquote. This was the quote speech given by Jayakumar Sir. So we have to keep this advice while moving forward in our future activities. So I request all of you to come forward with your suggestion for the future activities of our samudayam. So with this purpose, a Google form will be circulated after 2 days, within a day or two, where all of you put in your feedbacks and the suggestions for our future activities, how we can shape, what changes we can make, all those things. Because this is very much required to keeping the tradition alive. One more major announcement I would like to make. Along with the Google form, there will, the form will contain a quiz of questionnaire of about 20 questions based on the information available in our souvenir. So requesting all of you to find out the answers and answer the quiz and submit along with the feedback and the suggestions. The form will be open for 30 days. Okay. The major thing announcement is the first 5 persons submitting with all correct answers will be felicitated here with a prize. The first 5. Though after getting them, please start browsing it and get it. But don't have to search anywhere. All these questions are based on the information given in the souvenir. This is only an incentive for going through the souvenir and reading the souvenir. Okay. Anyway, the souvenir will be distributed immediately after this, and it will be coming to our hand within the next 2-3 days. Okay. So with this, I conclude the satisfaction of having contributed a little with my limited knowledge towards the preservation of our culture, in which will serve as a reference for the future. Swami Saranavayappa. Thank you all. വന്ദേ ശാസ്താരം സ്മരണിക പ്രകാശന ശേഷം ആശംസ നേർന്നുകൊണ്ട് സംസാരിക്കുവാൻ ഡോക്ടർ വി സഹസ്രനാമം സാറിനെ ക്ഷണിക്കുന്നു. സാർ മുൻ മേധാവിയായിരുന്നു റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒപ്താൽമോളജി, നമ്മുടെ കണ്ണാശുപത്രിയിൽ. സാർ, വേദിയിലും സദസ്സിൽ ഉപവിഷ്ടരായ ബഹുമാന്യരെ, ആരാധ്യരെ, പ്രിയമുള്ളവരെ, CGBSൻ്റെ പങ്കുനി ഉത്തര ശതാബ്ദി ആഘോഷത്തിൻ്റെ ഈ സ്മരണിക പ്രകാശനത്തിൽ ആ സ്മരണിക ഏറ്റുവാങ്ങാൻ എന്നെ ക്ഷണിച്ചതിൽ CGBSൻ്റെ ഭാരവാഹികളോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. ഈ സ്മരണിക ഏറ്റുവാങ്ങാൻ ബ്രഹ്മശ്രീ അരീക്കര സുബ്രഹ്മണ്യ ശങ്കരൻ നമ്പൂതിരിയിൽ നിന്നും അത് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമായി കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ സ്മരണികകൾ 2 കാര്യമാണ്. സ്മരണികയുടെ ഒന്ന്, സ്മരണിക ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്നിപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്കിതാ ഇത് കുറച്ച് അറിയാവുന്ന ആൾക്കാർ കാണും, പക്ഷേ ഇത് വായിക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാരെ കാണും.
ആ രീതിയിൽ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. അതിൻ്റെ ഒപ്പം അതൊരു ചരിത്രത്തിൻ്റെ ഒരു രേഖപ്പെടുത്തലാണ്. ഇത് 50 കൊല്ലം കഴിഞ്ഞ് വായിച്ചാലും 100 കൊല്ലം കഴിഞ്ഞ് വായിച്ചാലും അന്നും ഇതൊരു ചരിത്രമാണ്. ഈ ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും കോളേജ് പഠിക്കുമ്പോഴും ഒക്കെ ഈ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ബോറൻ സാധനമാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു റിയൽ ലൈഫിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഈ കൊച്ചു കുട്ടികൾ അവർ അച്ഛനോ അല്ലെങ്കിൽ അപ്പൂപ്പനോ ഒക്കെ പഴയ കാര്യമൊക്കെ പറഞ്ഞാൽ അതൊക്കെ കേൾക്കാൻ വലിയ മടിയാണ്, അത് വലിയ താല്പര്യമൊന്നുമില്ല. അതേസമയം കുറച്ച് വയസ്സാകുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പഴയ ചരിത്രം പറഞ്ഞു തരാൻ അന്ന് മുതിർന്നവർ കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. പക്ഷെ അപ്പോഴാണ് നമുക്ക് ചരിത്രത്തിൽ ഒരു താല്പര്യം വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള രേഖപ്പെടുത്തലുകൾ തീർച്ചയായിട്ടും അതിന് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മുടെ നാരായണൻ സാർ പറഞ്ഞു ഇങ്ങനെ 100 വർഷം വലിയൊരു കാലയളവാണ്. പക്ഷേ ശിവസുബ്രഹ്മണ്യ സാർ പറഞ്ഞ പോലെ തന്നെ ഈ 100 വർഷമാണോ ചരിത്രം? അല്ല. ചരിത്രം എന്ന് പറയുന്നത് ചരിത്രത്തിൽ 100 വർഷം വലിയ കാലയളവുമാണ്, ചെറിയ കാലയളവുമാണ്. കാരണം നമുക്ക് കുറച്ച് പുറകിലോട്ട് പോയാൽ ആ ചരിത്രം അറിയണമെന്ന് നമുക്ക് താല്പര്യപ്പെട്ടാൽ അതിന് കുറച്ച് വാമൊഴികളൊക്കെ കാണുമായിരിക്കും. പക്ഷെ വരമൊഴി ഇല്ല എന്നുള്ളത് നമുക്ക് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ എല്ലാം രേഖപ്പെടുത്തലുകളുണ്ട്, വെബ്സൈറ്റുണ്ട്. പക്ഷേ ഈ മുതിർന്നവരുടെ നിന്ന് ലഭ്യമായ എല്ലാ വിവരങ്ങളും അതിൽ കുറച്ച് കുറവുകളുണ്ടെങ്കിലും അത് രേഖപ്പെടുത്തി വയ്ക്കുക എന്നുള്ളതാണ് ഈ സ്മരണികകളുടെ ഒരു നല്ല വശം. തീർച്ചയായും അങ്ങനെ ഒരു സ്മരണിക മുതിർന്നവരിൽ നിന്നും ലഭ്യമായ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ചാല ബ്രാഹ്മണ ഗ്രാമസമുദായം ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ചാല ഗ്രാമസമുദായത്തിൽ എനിക്കൊന്ന് ശതാബ്ദികളുടെ ഒരു ആഘോഷം ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മുടെ പാറശാലമ്മ പൊന്നമ്മാൾ അവരുടെ ശതാബ്ദി കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട പങ്കലിമുത്തരൻ്റെ ശതാബ്ദി കഴിഞ്ഞു. അടുത്തത് എനിക്കൊന്ന് ഫ്ലൂട്ട് മാമാവിൻ്റെ ശതാബ്ദി വരുന്നു. അപ്പം വളരെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ചാലൈ ഗ്രാമം. തീർച്ചയായിട്ടും അത് ഈ ഓരോ ശതാബ്ദികൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഒന്നുകൂടി ഈ ചടങ്ങിൽ എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ സ്മരണ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒന്നുകൂടി അറിയിക്കുന്നു. നിങ്ങളെല്ലാവർക്കും നന്ദി, നമസ്കാരം. അത് എനിക്ക് വേറെ ഒരു കാര്യം, ഈ ശിവസുബ്രഹ്മണ്യ സാർ പറഞ്ഞ എനിക്ക് കാര്യം വളരെ സന്തോഷമാണ്. നിങ്ങൾക്ക് പലപ്പോഴും ഈ ബുക്ക് വാങ്ങിച്ചിട്ട് ആൾക്കാർ വീട്ടിൽ കൊണ്ട് വെക്കും. എത്ര പേര് കുതുകികളായ കുറച്ച് പേര് വായിക്കും, പക്ഷേ വായിക്കാത്ത ഒരുപാട് പേര് കാണും. അപ്പോൾ അദ്ദേഹത്തിനൊരു പരീക്ഷയും കൂടെ അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്, പ്രൈസ് ഉൾപ്പെടെ. തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യമാണ്, അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വിശിഷ്ട അതിഥികളെ ആദരിക്കുകയാണ്. മേൽശാന്തിയെ ആദരിക്കുന്നതിനായി CGBSൻ്റെ പ്രസിഡൻറ്റിനെ ക്ഷണിക്കുന്നു. പൊന്നാട നൽകി സെൻറ്റിനറി സെലിബ്രേഷൻസ് 2025 ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശ്രീ ശ്രീറാം അവർകളെ തിരുമേനിക്ക് മെമൻറ്റോ നൽകുന്നതിനും ക്ഷണിക്കുന്നു. അടുത്തതായി ഡോക്ടർ സഹസ്രനാമ സാറിനെ ആദരിക്കുകയാണ്. നമ്മുടെ ഈ ഭജനമഠം ഉദ്ഘാടനത്തിനും വെബ്സൈറ്റ് ഉദ്ഘാടനത്തിനും നമ്മുടെ വലിയശാലയിലെ ഒരു അംഗം പോലെ തന്നെയാണ്. നമ്മളുടെ എല്ലാ പരിപാടികൾക്കും കുടുംബസമേതം എത്തിച്ചേരുന്ന ഡോക്ടറെ ആദരിക്കുന്നതിനായി സെലിബ്രേഷൻസ് കമ്മിറ്റി ജനറൽ കൺവീനർ ശ്രീ മഹേഷ് സാറിനെ ക്ഷണിക്കുന്നു. പൊന്നാട നൽകി ആദരിക്കുന്നതിനും സെക്രട്ടറി ശ്രീ VL ഹരിഗണേഷ് അവരുകളെ മെമൻറ്റോ നൽകാനും ക്ഷണിക്കുന്നു. സ്വാമി ശരണം. ശതാബ്ദി പങ്കിനുത്തര ആഘോഷം ഏപ്രിൽ 3-ാം തീയതി ആണ് ഉദ്ഘാടനം തുടങ്ങിയത്, ആദ്യത്തെ ദിനം. ആ ദിനത്തിൽ തന്നെ ആ പ്രത്യേക സാഹചര്യത്തിൽ അന്നത്തെ ആ ശുഭമുഹൂർത്തത്തിൽ നമ്മുടെ ശാസ്താപാട്ടിൻ്റെ
പുസ്തകം പ്രകാശനം ചെയ്തിരുന്നു. ശ്രീ ഗോശാല വിഷ്ണു വാസുദേവൻ അവരിൽ നിന്നും നമ്മുടെ ഗുരുസ്വാമി ശ്രീ പി കൃഷ്ണൻ രാജുസ്വാമി അവരുകളാണ് ഏറ്റുവാങ്ങിയത്. നമ്മുടെ ശാസ്താപാട്ടിൻ്റെ ഗുരുവാണ്. എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം ഈ ഭജനമഠത്തിൽ ശാസ്താപാട്ട് നടന്നു വരികയാണ്. പല തലമുറകളിലുള്ള അയ്യപ്പ ഭക്തന്മാർ അതിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ വർഷവും ജനുവരിയിൽ മകരവിളക്കോടനുബന്ധിച്ച് ഇരുമുടിക്കെട്ടുമേന്തി പദയാത്രയായി പോകുന്ന ആ ഒരു സംഗമം ഉണ്ടായിരുന്നു. ആ ശാസ്താപാട്ട് പുസ്തകത്തിൻ്റെ അച്ചടിച്ച പ്രതി പരിചയപ്പെടുത്തുന്നതിന് മുൻ പമ്പ മേൽശാന്തി ശ്രീ പി സുബ്രഹ്മണ്യ അവരുകളെ ഞാൻ ക്ഷണിക്കുന്നു. സ്വാമി ശരണം. സ്വാമി ശരണമയ്യപ്പ. ആശംസ നേർന്നുകൊണ്ട് സംസാരിക്കുവാൻ ശ്രീ പി സുബ്രഹ്മണ്യ അവരുകളെ ക്ഷണിക്കുന്നു. ഓം ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീ ദക്ഷിണാമൂർത്തയേ നമഃ. நான் தமிழ்லே பேசுகிறேன், எல்லோரும் மலையாளத்தில் பேசுகிறேன். மலையாளம் தெரியப்பட்டவா இருக்கா, தமிழ் தெரியப்பட்டவளும் இருக்கா. நான் தமிழ்லே பேசுகிறேன். எனக்கு தமிழ் கொஞ்சம் கூட எളുப்பமாக இருக்கும் சொல்கிறது. வல்லியசாலை கிராமம் என்னோட நான் பிறந்த நாள்லேருந்தே வல்லியசாலை கிராமத்தில் சாஸ்தா பாட்டு இல்லை பங்குனி உத்திரம்ங்கிறது நான் சின்ன நாள்லேருந்தே கேட்டுருக்கேன். அப்பா வழி கேட்டுருக்கேன். அப்பா காலமாயிட்டா அப்புறம் அண்ணா வழி ஸ்ரீராம் வாத்தியார் அண்ணா வழி கேட்டுருந்தேன். அதுவும் ரொம்ப சந்தோஷம். எனக்கு இந்த பங்குனி உத்திரத்துக்கு அந்த காலத்தில் நான் வர்றத குழந்தையாக இருக்கிறத நம்ம சாஸ்தா பாட்டு பாடுறதும் கேட்குறதும் நம்மளை அந்த ஒரு சமாராதனை சாப்பிட்டுட்டு போகிறதும் அதெல்லாம் ஒரு சந்தோஷமான காரியமாக இருந்தது. ரொம்ப சந்தோஷமாக இருந்தது அன்னைக்கு. ஆனால் அந்த காலத்தில் நாங்களுக்கு சின்ன குழந்தையாக இருக்கிறது இப்பொழுதும் குழந்தைகள் பாட்டு கேட்குறது அவளுக்கும் ஆகிரகம் காணும். இந்த கைதட்டல் தாளம் வேறு தாளம் ஒன்றும் கிடையாது. சாஸ்தா பாட்டுக்கு கை தட்டுறது மாத்திரம்தான் தாளம். அந்த தாளத்தில் பாட்டு பாடி குருசாமிமார் அதாவது ராஜு மாமா கண்ணண்ணா மணிமாமா எல்லாம் இருக்கிறத பாட்டு சொல்லித்தரா. அது கேட்டு நாங்கள் குழந்தைகள் எல்லோரும் பாடின்னு இருக்கோம். எங்களுக்கு அது ரொம்ப சந்தோஷமாக இருந்தது அந்த காலத்தில். இப்பொழுதும் அந்த பங்குனி உத்திரம்ங்கிறது ரொம்ப விசேஷமாக நடந்துட்டுருக்கு சாலை கிராமத்தில். அது இப்போது நம்ம எந்த ஊரில் இருந்தாலும் பங்குனி உத்திரத்துக்கு நம்ம அந்த சமயம் நாம் இங்கே வந்துடுவோம் எங்கே இருந்தாலுமே. அது ஒரு ரொம்ப சந்தோஷமான காரியம் அந்த பங்குனி உத்திரம். அதாவது இப்போ 100வது வருஷம் நடந்துட்டுருக்கு. 100வது வருஷத்தோடு ஒரு சுவனீர் பிரகாசனம் சொல்லி கூப்பிட்டதுக்கு என்னையும் இங்கே அழைச்சதுக்கு சாலை கிராம சமுதாயத்துக்கு நான் நன்றி கேட்டுக்கிறேன். சாஸ்தா பாட்டு இனியும் குழந்தைகள் எல்லாரும் படிச்சுட்டு இருக்கா. இப்பொழுதும் சின்ன குழந்தைகள் படிச்சுட்டு இருக்கா. என்னோட பொண்ணும் பாடின்னு இருக்கா, சாஸ்தா பாட்டு பாடின்னு இருக்கா. நம்ம ராஜேஷ் அண்ணாவோட ஒய்ஃபு கிளாஸ் எடுத்துகிட்டு இருக்கா. அவளும் குழந்தைகள்லாம் படிச்சுட்டு இருக்கா. பெண்குட்டிகளும் பாடுறா, ரொம்ப அழகாக பாடுறா. சாஸ்தா பாட்டுங்கிறது எல்லாரும் பாடணும். எல்லாருக்கும் தெரிஞ்ச விஷயந்தான் இதெல்லாம். நமக்கு கேட்டாலே பாட்டு தானே வந்துடும், அந்த தாளத்தோட பாட்டு தானே வந்துடும். ஆனால் அந்த பாட்டுக்கு ஒரு புக்கு சாலை கிராமத்துலேருந்து எல்லார்ட்டையும் புக்கு இருக்கலாம், கைப்படையாக எழுதின புக்கு இருக்கலாம், அதில் தெற்றுகள் இருக்கலாம். அப்போ நம்ம அந்த புக்கு பார்த்து பாடுறத அந்த தெற்று நம்ம பாடாமல் இருக்கிறதுக்கு வேண்டி கிராம சமுதாயத்திலேருந்து ஒரு புக்கு இறக்கியிருக்கா சாஸ்தா பாட்டு சொல்லி. அது ரொம்ப சந்தோஷமான காரியம். எல்லாருக்கும் இந்த புக்கு இந்த குழந்தைகளுக்கெல்லாம் ரொம்ப பிரயோஜனப்படணும் என்று நான் கேட்டுக்கிறேன். ரொம்ப சந்தோஷம். எனக்கு இந்த புக்கு இங்கே தெரிவிக்க வந்ததில் ரொம்ப சந்தோஷம். സ്വാമി ശരണം. സ്വാമിയെ ശരണമയ്യപ്പ. സ്വാമി ശരണം. വലിയശാലയിൽ തന്നെ താമസിച്ച് നമ്മുടെ ഈ ശാസ്താപാട്ടിൻ്റെ ഭാഗമായ ശ്രീ പി സുബ്രഹ്മണ്യ അവരുകളെ തന്നെ നമുക്ക് ഈ പുസ്തകം പരിചയപ്പെടുത്തുവാൻ ലഭിച്ചതിൽ നമുക്ക് ഏറെ സന്തോഷമുണ്ട്. പി സുബ്രഹ്മണ്യ അദ്ദേഹത്തെ ആദരിക്കുവാനായി ശ്രീ ശിവമണി സാറിനെ ക്ഷണിക്കുന്നു പൊന്നാട നൽകാനും. ട്രഷറർ ഖജാൻജി ശ്രീ ഗണപതി അവരുകളെ മെമ്മൻറ്റോ നൽകുവാനും ക്ഷണിക്കുന്നു. ശ്രീ പി സുബ്രഹ്മണ്യ അവർ ഇപ്പോൾ പാൽക്കുളങ്ങര ശ്രീ കൃഷ്ണസ്വാമി എരുവിവരൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ആശംസകൾ. സ്വാമി ശരണം. ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുവാൻ തിരുവനന്തപുരം നഗരസഭയിലെ വലിയശാല വാർഡിലെ
ബഹുമാനപ്പെട്ട കൗൺസിലർ ശ്രീ എസ് കൃഷ്ണകുമാർ സാറിനെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. സ്വാമി ശരണം. ചാലൈ ബ്രാഹ്മണ സമുദായത്തിൻ്റെ പങ്കിനി ഉത്തരം ശതാബ്ദി ആഘോഷ സ്മരണിക പുറത്തിറക്കുന്ന ഈ ഭക്തിസാന്ദ്രമായ നിമിഷം, ഈ നിമിഷത്തിൽ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ജ്ഞാനനാരായണൻ അവർകൾ, ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇതിനെ ധന്യമാക്കിയ ശ്രീ സുബ്രഹ്മണ്യൻ ശങ്കരൻ നമ്പൂതിരി അവർകൾ, അതോടൊപ്പം ഈ വേദി പങ്കിട്ടിരിക്കുന്ന ഏറെ പ്രിയങ്കരായിട്ടുള്ള ഡോക്ടർ വി സഹസ്രനാമം അവർകൾ, സ്മരണിക എഡിറ്റർ കമ്മിറ്റി അംഗമായ ശ്രീ സുബ്രഹ്മണ്യ മണി, മുൻ മേൽശാന്തി ശ്രീ പമ്പ ഗണപതി ക്ഷേത്രം, ഈ വേദിയിലിരിക്കുന്ന പ്രിയമുള്ള സ്നേഹബഹുമാനമുള്ള അംഗങ്ങളെ, പ്രിയമുള്ളവരെ, ഈ സ്മരണിക പുറത്തിറക്കുന്ന കാലഘട്ടം ഈ വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ജനപ്രതിനിധിയായി വന്നതിൽ എനിക്കേറെ അഭിമാനമാണ്. ഈ സ്മരണിക ഒരു പേജിൽ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന അംഗമെന്ന നിലയ്ക്ക് എൻ്റെയും കൂടെ ഒരു ആശംസ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിച്ചതിൽ ഞാൻ ഏറെ ഈ സമുദായത്തോടും ഈ പങ്കിനി ഉത്തര കമ്മിറ്റിയോടും കടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ പ്രമുഖർ, ഉദ്ഘാടകനും ഡോക്ടറും എല്ലാം പറഞ്ഞതുപോലെ ഈ പുസ്തകം ഒരിക്കലും നശിക്കുന്നില്ല, അറിവുകളാണ്. വായിച്ചു വളരുക എന്ന് പറയുന്നത് പോലെ ഇത് തലമുറകൾ ഈ പുസ്തകം വായിച്ച് നമ്മുടെ ഈ പങ്കിനി ഉത്തരത്തെക്കുറിച്ചുള്ള അറിവ് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുക എന്നതാണ് ഈ സ്മരണിക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുതിർന്നവർ വായിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ കുട്ടികളെ കൂടെ ഇത് വായിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടതാണ്. അതിന് ലൈബ്രറി കൗൺസിൽ പോലുള്ള പദ്ധതികൾ, വായനാ ദിനം ആചരിക്കുമ്പോൾ നമ്മുടെ ഈ സ്മരണിക കൂടെ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പുതിയ തലമുറയുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് വായിക്കുവാനും ഈ 100 വർഷത്തെ പാരമ്പര്യം, ഒരുപക്ഷെ നമുക്ക് മുമ്പേ മൺമറഞ്ഞു പോയ ധാരാളം പ്രമുഖർ തുടങ്ങി വച്ച ഈ പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു പരിപാടി ഭാവി തലമുറയ്ക്ക് കൂടെ പകർന്നു നൽകുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ വായനാ ദിനങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്രദേശത്തെ കുട്ടികളെയും നമ്മുടെ വാർഡിലെയും നമ്മുടെ നാട്ടിലെയും കുട്ടികളെ കൂട്ടി വായനാ ദിനത്തിൽ നമ്മുടെ പുസ്തകം കൂടെ, ഈ സ്മരണിക കൂടെ പരിചയപ്പെടുത്തണം എന്നൊരു അഭ്യർത്ഥന കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ വയ്ക്കുകയാണ്. അതോടൊപ്പം ഞാൻ വളരെ കുട്ടിക്കാലം മുതൽ ഇതെല്ലാം കണ്ടുവരുന്ന ഒരാളാണ്. ഈ നമ്മുടെ മഹാദൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന പങ്കിനി ഉത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള പൂജകളും കാര്യങ്ങളെല്ലാം അതിന് കുട്ടിയായിരിക്കും തന്നെ അതിൻ്റെ എല്ലാം ഭാഗമായിട്ടുമുള്ളതാണ്. തുടർന്നും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവട്ടെ എന്നും അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അതിനോടൊപ്പമുള്ള സഹായങ്ങളും തിരുവനന്തപുരം നഗരസഭയെ കൊണ്ടും തുടർന്നും ഉണ്ടാവുമെന്നും അതിനുള്ള എല്ലാ സഹായങ്ങളും തിരുവനന്തപുരം നഗരസഭ ഈ ആഘോഷ കമ്മിറ്റിക്ക് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. സ്വാമി ശരണം. നമ്മുടെ കൗൺസിലറിനെ ആദരിക്കുന്നതിന് വേണ്ടി CGBSൻ്റെ കമ്മിറ്റി ശ്രീ ഗിരീഷ് അവരുകളെ ക്ഷണിക്കുകയാണ്. പൊന്നാട നൽകി ആദരിക്കാനും ശ്രീ ലക്ഷ്മൺ അവരുകളെ ക്ഷണിക്കുന്നു മെമൻറ്റോ നൽകുവാൻ. സ്വാമി ശരണം. സ്മരണിക പ്രകാശനത്തിന് ആശംസ നേർന്നുകൊണ്ട് സംസാരിക്കുവാൻ ശ്രീ കസ്തൂരി രംഗൻ സാറിനെ ക്ഷണിക്കുന്നു. വിപ്രധ്വനിയുടെ കേരള ബ്രാഹ്മണ സഭ തിരുവനന്തപുരം ജില്ലയുടെ മുഖപത്രമായ വിപ്രധ്വനിയുടെ ചീഫ് എഡിറ്ററാണ് സാർ, ശ്രീ കസ്തൂരി രംഗൻ സാർ.
ഈ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ യജ്ഞനാരായൺ അവർകൾ, അതുപോലെ തന്നെ വിശിഷ്ടാതിഥിയായി ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യ ശങ്കരൻ നമ്പൂതിരി അവർകൾ, ബ്രഹ്മശ്രീ പി സുബ്രഹ്മണ്യ അവർകൾ, ജനപ്രതിനിധിയായ ശ്രീ കൃഷ്ണകുമാർ അവർകൾ, ഡോക്ടർ സഹസ്രനാമം, സേവാരത്ന ജേതാവായ ശ്രീ മഹാദേവൻ, മറ്റും CGBSലെ ഭാരവാഹികൾ, ഓരോരുത്തരുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ ആസ്തിക മഹാജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പുരാതന കാലം മുതൽ തന്നെ വലിയശാലയ്ക്ക് പ്രസിദ്ധമായ ഒരു ചരിത്രത്തിൻ്റെ ഉടമയാണ് വലിയശാല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കേരളത്തിൻ്റെ ആദ്യമായിട്ട് വന്ന സർവകലാശാല കാന്തല്ലൂർ സർവകലാശാല വേദം പഠിക്കുവാനായി. ഈ സർവകലാശാലയുടെ സ്ഥാപിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ പെരുമ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ വേദം പഠിപ്പിച്ചു കൊണ്ടിരുന്ന സർവകലാശാലയുടെ പ്രാധാന്യം കുറഞ്ഞു വരികയും ആ കാലത്ത് നമ്മുടെ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ രാജഭരണത്തിൻ്റെ കീഴിൽ തൈക്കാട് കേന്ദ്രമാക്കി സ്വാതി തിരുനാൾ സംഗീത വിദ്യാലയം ആരംഭിച്ചു. ഈ വിദ്യാലയത്തിൽ ഉള്ള വിദ്യാർത്ഥികളും അധ്യാപകരും സൗകര്യമായി താമസിക്കുവാൻ കണ്ടെത്തിയ ഒരു ഇടമായിരുന്നു വലിയശാല ഗ്രാമമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനുശേഷമാണ് വേദപഠനത്തിൻ്റെ കൂടെ സംഗീതവും ഈ ഗ്രാമത്തിൽ അലയടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പരമ്പരാഗതമായ ഒരുപാട് ആരാധനാ രീതിയുള്ള ഈ ഗ്രാമത്തിൽ 100ാമത് പങ്കുനി ഉത്ര മഹോത്സവത്തിൻ്റെ ഗംഭീരമായ ആർഭാടമായ ആ ഉത്സവത്തിന് ശേഷം അതിൻ്റെ ഓർമ്മയ്ക്കു വേണ്ടി ഒരു സ്മരണിക പ്രകാശനം ചെയ്യുന്ന ഈ കർമ്മത്തിൽ എനിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ്, വളരെ സന്തോഷവാനാണ്. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് 100ാമത് സപ്താഹം നടത്തിയ ഒരു ചരിത്രം കൂടെ വലിയശാല ഗ്രാമത്തിന് ഉണ്ട്. അപ്പോൾ അതുമാത്രമല്ല, പങ്കുനി ഉത്രം മഹോത്സവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പര്യായ പദം വലിയശാല ഗ്രാമം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. 100 വർഷക്കാലം ഈ പരമ്പരാഗതമായ ആഘോഷങ്ങൾ ഊന്നി നിന്നുകൊണ്ട് ഒരുപാട് ജനസംഖ്യകളെ ആകർഷിച്ചുകൊണ്ടുള്ള ഈ ആഘോഷ പരിപാടികൾ നടത്തുന്ന ആ രീതി വലിയശാലയ്ക്ക് മാത്രം സ്വന്തമാണ്. കൂടാതെ സമൂഹത്തിൽ നാനാതുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരുപാട് ശ്രേഷ്ഠർ ഉൾപ്പെട്ട ഒരു ഗ്രാമമാണ് വലിയശാല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് നിങ്ങളുടെ എല്ലാം ഒരു പൊതു സ്വത്താണ്. അതുമാത്രമല്ല, ഈ പങ്കുനിയുത്ര മഹോത്സവത്തിൻ്റെ വിജയത്തിന് ഈ വലിയശാലയിലെ പാട്ട് സംഘം അവരുടെ ഒരു അശ്രാന്ത പരിശ്രമം ഇതിൻ്റെ പുറകിൽ ഉണ്ടെന്നുള്ള വസ്തുത നമ്മൾ തീർച്ചയായിട്ടും ഈ സമയത്തിൽ സ്മരിക്കേണ്ടതാണ്. കാരണം സമീപകാലത്ത് ഈ പാട്ട് സംഘത്തിൻ്റെ ഖ്യാതി ഗ്രാമത്തിൽ നിന്നും നഗരത്തിൽ നിന്നും മാറി മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടിയും വ്യാപിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശംസയാണ് അവർ നേടി വരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഈ മംഗളമുഹൂർത്തത്തിൽ, കാരണം എല്ലാ മാസവും 18-ാം തീയതി ഒരു മാസിക പ്രസിദ്ധീകരിക്കുന്ന, ഇത് ചുക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്കറിയാം ഒരു സ്മരണിക സമയബന്ധിതമായി, ഞാൻ സമയബന്ധിതമായത് പറയാൻ കാര്യം, ഏപ്രിൽ 11 മുതൽ ഇന്ന് 11, 6 മാസം എന്ന് പറയുന്നത് ഒരു ദീർഘകാലമല്ല. കാരണം സാധാരണ രീതിയിൽ ഒരു പരിപാടി നടത്തി കഴിഞ്ഞാൽ ആ പരിപാടി നടത്തുന്നതിനോടൊപ്പം ഒരു സ്മരണിക ഇറക്കണമെന്ന് നമ്മൾ വിചാരിക്കും.
സാധാരണ രീതിയിൽ ഈ ആഘോഷപരമായി ഊർജ്ജസ്വലമായ പ്രവർത്തനം മൂലം ആ പരിപാടി നടക്കും. പിന്നെ അതെല്ലാം ആലസ്യത്തിൻ്റെ ഭാഗമായി ആ സ്മരണീയ പിന്നെ പുറത്തിറങ്ങാറില്ല. എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ അത് പറയാനുണ്ട്. പക്ഷെ ഇന്നും വ്യത്യസ്തമായി ഇത് ശിരസ വഹിച്ചുകൊണ്ട് സമയബന്ധിതമായി തന്നെ ഈ സ്മരണീയ പ്രകാശം ചെയ്യുവാൻ സാധിച്ചത് വലിയശാല ഗ്രാമത്തിലെ ഓരോരുത്തർക്കും അഭിമാനത്തിൻ്റെ ഒരു ഇതാണ്. അതിന് പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുണ്ട് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത്. കാരണം ഒരു മാസിക ഇറങ്ങുമ്പോൾ, ഒരു സ്മരണിക ഇറങ്ങുമ്പോൾ ഒരു ടീം വർക്കാണ് ഇതിന്. ഒരുപാട് പേരുടെ അശ്രാന്ത പരിശ്രമമുണ്ട് ഇതിൽ. കാരണം ഇത് ഞാൻ എല്ലാ മാസവും അനുഭവിക്കുകയാണ് മാസിക ഇറക്കാൻ വേണ്ടി. അങ്ങനെ ഒരു ടീം വർക്കിൻ്റെ ഒരു ഔട്ട്കമാണ് ഈ സ്മരണിക ഈ വലിയശാലയിൽ വന്നിരിക്കുന്നത്. ഞാൻ ആ സ്മരണിക കണ്ടു. ഉള്ളടക്കം ഏകദേശം 234 പേജുണ്ട്. ഇതിനു മുമ്പ് വന്ന പ്രാസംഗികർ പറഞ്ഞു, നിങ്ങളുടെ വീടുകളിൽ ഈ സ്മരണിക വരും, ദയവ് ചെയ്ത് ആ 234 പേജ് ഒന്ന് അത് മറിച്ച് നോക്കണം, മുഴുവൻ വായിച്ചില്ലെങ്കിൽ തന്നെ. കാരണം വർണ്ണത്താളുകൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ആത്മീയ ഗുരുക്കന്മാരുടെയും സാമൂഹിക ശാസ്ത്രന്മാരുടെ സമൂഹത്തിലുള്ള പ്രഗത്ഭ വ്യക്തികളുടെയും സന്ദേശങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ശാസ്താപ്പാട്ടിൻ്റെ ചരിത്രമുണ്ട്. അത് ഞാനെല്ലാം ഒരു 5 മിനിറ്റിലാണ് നോക്കിയത്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സമ്പന്നമാണ്. ഇതിനു മുമ്പ് യജ്ഞനാരായണൻ സാർ പറഞ്ഞ പോലെ ഈ സ്മരണിക ഒരു സമ്പന്നമാണ്. തീർച്ചയായിട്ടും ഇതൊരു മുതൽക്കൂട്ടാണ്. ഇതിനു വേണ്ടി പ്രയത്നിച്ച് പ്രത്യേകം എടുത്തു പറയാൻ എനിക്ക്, കാരണം ഞാൻ അക്ഷര ഓഫ്സെറ്റിലാണ് ഈ സ്മരണിക പ്രിൻ്റ് ചെയ്യുന്നത്. എൻ്റെ മാസികയായ വിപ്രധ്വനിയും അവിടെ തന്നെയാണ് പ്രിൻ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഞാൻ എപ്പോൾ പോയാലും ശ്രീരാമും ശിവസുബ്രഹ്മണ്യം സാർ അവിടെ കാണാറുണ്ട്. ഇന്നലെ രാത്രി ഈ ബുക്ക്, ഈ സ്മരണിക ബണ്ടിലായിട്ട് വണ്ടിയിൽ കയറ്റുന്നത് സമയം രാത്രി 9:30 മണി. 9 മണിയാ, 8:30 9 മണി. ഞാൻ എൻ്റെ മാസികയുടെ ഉത്തരവാദിത്തം പോയപ്പോൾ അവർ രണ്ടുപേരും ഇവിടെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറകിൽ അതുപോലെ നീലകണ്ഠൻ, പ്രകാശ്, അങ്ങനെ ഞാൻ ഓരോരുത്തരെടുത്ത് പറയുന്നില്ല, ഒരു ടീം വർക്ക്. അവർക്കെല്ലാം വിപ്രധ്വനി മാസികയുടെ പത്രാധിപ സമിതിയുടെയും എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഈ വീണ്ടും ഈ ആരോ പ്രാസംഗികർ പറഞ്ഞ പോലെ 200ാമത്തെ വർഷവും ആഘോഷിക്കാൻ നമുക്ക് ധർമ്മശാസ്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മളാരും ഇല്ലെങ്കിൽ തന്നെയും നമ്മളെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാകാം. എന്നിരുന്നാലും പங்குനിയുത്ര മഹോത്സവം തന്നെയാണ്. സ്വാമി ശരണം. നന്ദി സാർ. ശ്രീ കസ്തൂരി രംഗരൻ സാറിനെ പൊന്നാട അണിയിക്കുന്നതിനെ CGBS കമ്മിറ്റി അംഗം ശ്രീ ശങ്കരനാരായണൻ അവർകളെയും മെമ്മൻറ്റോ നൽകാൻ ശ്രീമതി കമലാകൃഷ്ണൻ അവർകളെയും ക്ഷണിക്കുന്നു. സാർ. സ്വാമി ശരണം. സ്മരണികയെ പ്രകാശനത്തോടനുബന്ധിച്ച് ആശംസ നേർന്നുകൊണ്ട് സംസാരിക്കുവാൻ ശ്രീ K. മഹാദേവൻ സാറിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം സ്മരണിക കമ്മിറ്റി അംഗം കൂടിയാണ്. ശ്രീ മഹാദേവൻ സാർ. സ്വാമിയേ ശരണയ്യപ്പ. എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും മലയാളത്തിൽ സംസാരിച്ചു. പിന്നെ ഇംഗ്ലീഷിൽ നല്ല ഒരു പ്രസംഗം സംസാരിച്ചു. അപ്പോൾ എന്തുകൊണ്ട് തമിഴിൽ സംസാരിച്ചുകൂടാ? തമിഴ് കുറേ എൻ്റെ മദർ ടങ് തമിഴാണ്. മലയാളത്തിൽ നല്ലോണം പ്രസംഗിക്കലും തമിഴിൽ ഏതാനും ചില വാക്കുകൾ മാത്രം. ഒരു സന്തോഷ വാർത്ത. നീണ്ട പ്രസംഗമൊന്നും ചെയ്യുന്നില്ല. ഈ സൗന്ദര്യനെ പറ്റിയും ശാസ്താപ്പാട്ടിനെ പറ്റിയും എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും വളരെ ഗംഭീരമായിട്ട് സംസാരിച്ചു. അതുകൊണ്ട് തമിഴിൽ ഏതാനും ചില വാക്കുകൾ. മുക്കനിൻ മൈന്ദൻ, முருகனின் அண்ணன், நம்பிக்கையுடையோருக்கு தும்பிக்கையால் அருள் செய்யும் ஐங்கரத்தான் வலிசாலி கணபதியை மனதில் நினைத்து கொண்டு ஏதானும் சில வாக்குகள் எல்லாம் ஒரு நிமித்தமாகும். நிமித்தம் சொல்ல காரணம் ஒரு கோயின்சிடன்ட். 99வது பங்குனித்திரம் தட்டு வாங்கிறதுக்கு வலிசாலை கோயிலில் வச்சு நடக்கும்போது என் மனதில் தோன்றிய ஒரு ஆசை,
നമ്മുടെ ഹരിശങ്കരടുത്തും അടുത്ത வருடம் 100வது സപ്താഹമാക്കും. അപ്പോൾ 100வது സപ്താഹം இதுக்கு முன்னால் 100வது സപ്താഹം നടന്നാச்சு 100வது பங்குனித்திரம் ഗംഭീരമായിട്ട് നടത്തണം சொன்னேன். மாமா எல்லாம் ஐயப்பனோட கிருபை இருந்தால் உங்களோட ஒத்துழைப்பு இருந்தால் தீர்ச்சியாയിട്ട് நடத்த முடியும்னு சொன்னார். சரி சொன்னேன். அதன் பிறகு கொஞ்சம் மாதங்கள் கழிஞ்சு എല്ലാമായ വെച്ചാൽ നമ്മുടെ ശ്രീറാം സൈലൻറ്റ് മൂവിയാക്കും. അവരെപ്പോഴും ബാക്കിലാണ് ഇരുപ്പാർ. ശ്രീറാം എടുത്ത് ഇതേ ആശയം ഞാൻ ചൊന്നേൻ. 100வது സപ്താഹം ഗംഭീരമായി നടത്തണം. 100வது പங்குനിത്തരം ഗംഭീരമായി നടത്തണേ. പിന്നെ നമ്മുടെ വലിശാലയോട് റൈറ്റും ലെഫ്റ്റും മീനാ മാമിയടുത്തും കലാവടുത്തും ഇതേ ആശയം தான் சொன்னேன். എല്ലാവരും കമ്മിറ്റിയിൽ വെച്ച് പാസ്സാക്കി തീർച്ചയായിട്ടും ഗംഭീരമായി നടത്തലാന്ന് சொன்னார். கமிட்டியிலாவா வச்சா 100வது பங்குனித்திரம் கம்பீரமாக நடத்தலான்னு சொன்னால் இங்கே அதுக்கு ஒரு மீட்டிங் கூடிச்சு. அப்போ அந்த மீட்டிங்கில் பகுமானப்பட்ட நான் இப்போ மதிக்கக்கூடிய நம்மளுடைய டைனாமிக் பர்சனாலிட்டி எக்க நாராயண சார் இங்கே இருக்கும்போது என்ன சொன்னேன், ஒரு சொவனீர் கூட இறக்கினா கொள்ளலாம். அது காரணம் வேற ஒன்றும் இல்லை. என்னுடைய ஓர்மை சரியானவர்கள் மகா கும்பாபிஷேகம் ഗ്രാമത്തിൽ ആദ്യം 1993 നടക്കുമ്പോൾ നമ്മൾ ഹരിഹരപുത്രൻ കൺവീനറാக இருக்கும்போது பாபு அம்மா ஃபைனான்ஸ் கன்வீனராக ஜாயின்ட் கன்வீனராக இருக்கும்போது ஒரு சின்ன புக்கு அரைக்கணும். ரொம்ப கஷ்டப்பட்டு அரைக்கணும். அந்த காலத்து 1993 அது ஸ்லோக புக்காக கணபதியோட எல்லா பாட்டும் அது தமிழில் இருந்து. அது கழிஞ்சு தெய்வத்தோட அனுகிரகத்தால் டைமண்ட் ஜூப்ளி செலிப்ரேஷன் சப்தாகத்தோட புக்கும் 100வது வருஷம் சப்தாக புக்கு ப்ரொஃபஸர் ராஜகோபாலும் கிருஷ்ணசுவாமியும் எடிட்டராக இருந்தால் தெய்வத்தோட கிருபையில் நான் ஃபைனான்ஸ் நான் சார்ஜ் எடுத்துனேன். இப்போ எல்லாருக்கும் ஃபைனான்ஸ்னால் கொஞ்சம் பயமாக இருக்கும். அப்போ நான் சொன்னேன், தீர்ச்சியாயிட்டு இந்த புக்கு இறக்கிற 100வது சப்தாகம் புக்கு இறக்கிறதுக்கு என்ன செலவானாலும் அது நான் மெய்த்தியறேன். நான் மெய்த்தியறேன் என்னோட இது இல்லை. பல ஆள்லேருந்து கலெக்ட் செய்து அதுக்கு என்ன செலவானாலும் அது நான் கலெக்ட் செய்து தரேன்னு சொல்லவும் இந்த ப்ராமிஸு தெய்வத்தோட அனுகிரகம் பல ஆளுக்கும் தெரியும். அதுக்கு பிரிண்டிங் சார்ஜ் எல்லாம் கூடிய 80,000 ரூபா ஆச்சு. 1,36,000 ரூபாய்க்கு மேலே பிரிக்க முடிஞ்சு. பாக்கிய பணத்தை இந்த சமுதாயத்துக்கே கொடுக்க வேண்டி வந்து. அதுபோல் இந்த பங்குனித்திரம் சப்தாகம் இந்த மீட்டிங் கொடுக்கும்போது அன்றைக்கி நான் ப்ராமிஸ் செய்தேன். ஸ்ரீராமட்டையும் சொன்னேன், ஐக்கனாரும் எல்லாத்தையும் சொன்னீங்க. இந்த சொவனியருக்கு வேண்ட பைசா 1,50,000 ஆகும்னு நினைக்கிறேன். எனக்கு தெரியாது அவள் பிரிண்டிங் சார்ஜில் என்னவானாலும் அதுக்கு மேலே நான் பிரித்து தரேன். என்னோட மிடுக்கில் ஐயப்பனோட கிருபை இருந்தால் பிரித்து தரேன் சொன்னேன். ஓரளவுக்கு நான் எவ்வளவு நான் சொல்ல விரும்புகிறேன். அந்த அக்கௌண்ட்ஸ்லாம் கோயிங்க தீர்ச்சியாயிட்டு இந்த சொவனீர் இறக்கிறதுக்கு வேண்ட பணம் பிரிக்க முடிஞ்சது. அது വലിയ சந்தோஷமாகும். அது அதில் ஒரு ஆளை குறிப்பிட்டு சொல்கிறேன், பேர் சொல்லி. நம்ம ராமமூர்த்தி எஸ்பிடி இருந்த சிவராமகிருஷ்ணன் நம்ம மெட்ராஸில் ஹோட்டல் சங்கீதாலேருந்து வேண்ட சகரெல்லாம் நம்ம இந்த பங்குனித்திற்கு வேண்டி வாங்கியிருந்தார். அவர் சத்தியமாக அவர் செய்த சகாயம் கொஞ்சம் நிஜமில்லை. பின்ன சோமனியருக்கு ஆசம்சகம் சத்தியமாக சப்தாகம் சொன்னால் அதுக்கு மெயின் போல்ட்டு மெயின் ஸ்ப்ரிங் தான் நல்லாட்சம் சார் ஆகும். நான் எப்பவும் அவர் அப்பாவும் காலம் போதே தெரியும். சப்தாகம்னால நல்லாட்சம் தான். நல்லாட்சம்னா சப்தாகம் அவ்வளோ பாடுபடக்கூடாது. அதுபோல் இந்த புக்கு இறக்குறங்கிறது சாமானிய காரியம் இல்லை. கொஞ்சம் ஆளுங்களாம் என்ன எங்கிட்டயே வழக்கம் போட்டால் அது வைக்கிறாங்க. இதுவரை சொல்லலை. இவ்வளோ டிலேயா நீங்கள் பின்ன என்ன இவ்வளோ நாளா? அது ஆரோட குற்றம் இல்லை. இந்த பங்குனித்திரம் கழிஞ்ச உடன்தானே விநாயகர் சதுர்த்தி வந்தது. 10 நாளைக்கு சப்தாகம் நடந்து. இந்த கமிட்டி பேசி நம்மளை போல் மனுஷாலே அவளுக்கு ரெஸ்ட்டு வேண்டாமா? பின்ன இதுக்கு ஒரு கமிட்டியில் ரூபீரிச்சு நம்ம ராமசுவாமி இங்கே இருக்கார், கிருஷ்ணகிரி பையன் ராமசுவாமி, சிவசுப்பிரமணி, சதீஷ், நானும் தர்பாக்கி நாங்களாம் சேர்ந்தணும். பின்ன ஆர்டிக்கு கலெக்ட் ஆகிருக்கும், ஃபண்ட்ஸு கலெக்ட் ஆகிருக்கும். அந்த பட்டப்பாடு
ஒரு புக் இறக்கிறதுக்கு பட்டப்பாடு மிஸ்டர் கஸ்தூரிங்கன் சார் இருக்குது, மாதந்தோறும் புக் இறக்குறார். இன்றைக்கி தேதி உங்களுக்கு தெரியுமோ தெரியாது, நீங்கள்லாம் കഴിഞ്ഞ ஏப்ரல் விப்ரதுணி எடுத்து பார்க்கணும். பவுனிச்சரம் கழிஞ்சு 10 நாள் ஆகுது, அதில் மெயின் படங்கள் எல்லாம் விப்ரதுணியில் வந்தாச்சு. எப்படி அவர் ஒடிச்சினார் எனக்கு தெரியாது. அந்த விப்ரதுணியில் அதில் ஒரு காரியம் கூட இப்போ കഴിഞ്ഞ செப்டம்பரில், இது சங்கடத்தோடு சொல்கிறேன், செப்டம்பரில் விப்ரதுணி வந்து நம்ம வீரமணி சார் கஷ்டப்பட்டு அவ்வளோ கஷ்டப்பட்டு சப்தாம் தொடங்கியது முதல் இன்னு வரைக்கும் உள்ள எல்லா காரியங்களும் ரொம்ப டீட்டெயிலாக இங்கிலீஷில் எழுதியிருக்கார். அது தயவுசெய்து விப்ரதுணி வாங்கப்பட்ட ஆளுகள் அது படிக்கணும். நான் சொல்ல காரணம், ஒரு 2-3 நாளைக்கு முன்னால் வீட்டில் போயிருந்தேன். அந்த விப்ரதுணி அது இருக்க வேண்டிய இடத்துல இருக்கலை. இது மாதிரி தான் சொல்ல காரணம். அதனால் அந்த விப்ரதுணி எடுத்து சப்தாகத்தை பற்றி தெரியாதவா தெரிஞ்சுக்கிறதுக்கு அது நல்ல ஒரு ஆப்பர்ச்சுனிட்டியாக இங்கிலீஷில் அவ்வளோ அழகாக இருக்கிறார். പിന്നെ ഇത് സോവനീരെ പറ്റി ആശംസ ചൊല്ലുന്നാൽ ക്രെഡിറ്റ് സോവനീർ കമ്മിറ്റിയിലാണ് இருந்தாலும் அதுக்கு என்னோட சர்வீஸு ஃபைனான்ஸ் மட்டும்தான் உண்டானது. പിന്നെ മെയിനായിട്ട് പാടുപെട്ട് രാമസ്വാമി സജീഷൻ സപ്പോർട്ട് കൊടുத்தார். எனக்கு தேக ஆசுவாசம் வந்தால் வெளியில் கொஞ்சம் போக முடியாமல் வந்தது. പിന്നെ வீரமணி பட்ட பாடு சத்தியமாக அவரை வச்சுன்னு சொல்லக்கூடாது. அவரால் எவ்வளவு தூரம் எத்தனை நாளைக்கு இந்த பிரிண்டிங் ப்ரெஸ்ஸுக்கு போனாருங்கப்பட்டு தெய்வத்துக்கு மாதம் தெரியும். ஆர்டிக்கிளை ப்ரூஃப் ரீடிங் இட் இஸ் நாட் ஈஸி டாஸ்க். என்ன பேங்கில் நான் இருக்கும்போது ஒரு புக்கு இறக்கணும், சிராக்கு சொல்லி லக்ஷ்மணுக்கு தெரியும். அந்த புக்கு மாதந்தோறும் புக்கு இறக்கணும். அது 8-4 5 வருஷம் மாதந்தோறும் புக்கு இறக்கணும். லாஸ்ட்டில் முடியாமல் சித்திரத்தினோட படம் போட்டு அந்த புக்கை நான் அப்புறம் முடியாத சொல்லி ஜிஎம்கிட்ட சொல்லி நான் அதனால விட்ரா பண்ணு. ஒரு புக்கை இறக்கிறது அவ்வளோ கஷ்டமாகும். அதனால் இந்த புக்கு எல்லாருக்கும் அவர் டிஸ்ட்ரிபியூஷன் வேலை அரேஞ்ச்மெண்ட்ஸ்லாம் வச்சார், எல்லாருக்கும் கிடைக்கும். என்னோட ஹம்பிள் ரிக்வெஸ்ட்டு, தயவுசெய்து எல்லோரும் இந்த புக்கை படிக்கணும். படித்து அதில் ப்ளஸ் பாயிண்ட் இருந்தானால் நீங்கள் யாரும் சொல்லணும். மைனஸ் என்று வந்தால் தயவுசெய்து பேர்சனலாகிட்டு வீரமணிகிட்டையோ எங்கிட்டையோ இந்த மைனஸ் பாயிண்ட் வாட்ஸ்அப்பில் போடாங்க. வாட்ஸ்அப்பில் போட்டால் மற்றவர்களை பார்ப்பாங்க. ப்ளஸ் பாயிண்ட் தான் நீங்கள் என்னவோ போடணும். மைனஸ் பாயிண்ட் எல்லாம் பர்ஃபெக்ட் 100% കറക്റ്റ്നാ ചൊല്ലി. അതിൽ മനസ്സിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിരിക്കണം. പ്രൂഫ് റീഡിങ്ങിൽ അവർ ഒറ്റയ്ക്ക് ചെയ്താക്കണം, അതൊന്നും பார்க்கவே. പിന്നെ பார்த்தது எப்படின்னா ஃபைனல் ப்ரூஃப் இங்கே கொண்டு வந்தால் நாங்கள் கமிட்டி மெம்பர்ஸ் எல்லோரும் நாங்கள்லாம் பார்த்தோம். வி ஆர் ஃபுல்லி சாட்டிஸ்ஃபை. அதுக்கப்புறம் க்ரீன் சிக்னல் கொடுத்தும் வீரமணியும் ராமசாமியும் நடவோடு நடந்தாங்க. அப்படியாக்க இந்த புக்கு இறங்கிட்டு പിന്നെ എനിക്ക് ഒരു അഭ്യർത്ഥന ഉടഞ്ച വീട് இந்த சப்தாத்துக்கு 2 புக்காச்சு, விநாயகர் சதுர்த்திக்கு புக்காச்சு. இந்த 2 காரியங்களும் இந்த கமிட்டியும் அதாவது நம்ம எல்லாம் அதை பற்றி சிந்திச்சு பார்க்கணும். விநாயகர் சதுர்த்தி எப்போ தொடங்கிட்டு, அவள் அம்மங்கோல் சிறப்பு எப்போ தொடங்கிட்டு, அம்மங்கோல் சிறப்புக்கு இதுக்கு முன்னால் ஆரெல்லாம் கோமரமாக இருந்தா, கோவிலில் ஆரெல்லாம் வாத்தியாராக இருந்தால், வெங்கட்ராம வாத்தியார், சங்கரநாத வாத்தியார், கணபதி வாத்தியார், இப்படி கொஞ்சம் ஆளோட பேர்லாம் தெரியும். அம்மங்கோல் சிறப்புக்கு அவள ராஜு அம்மா, கிருஷ்ணயர், நம்ம ராஜு, இப்படி கொஞ்சம் ஆளுகளோட பேர் தெரியுமே. அவரோட போட்டு வந்து யாருக்கும் குழந்தைகளுக்குலாம் தெரியாது. முடியினால் ஒரு புக்கு லெட்டர் போல் நமக்கு கொஞ்சம் டைம் எடுக்கும். கிட்ட கிடைக்கப்பட்ட ஆர்டிகல்ஸ்னால் இருந்தால் அந்த ஆர்டிக்கல் இப்போவே கலெக்ட் செய்யுங்க. நமக்கு அந்த விநாயகர் சதுர்த்தியும் அம்மங்கோல் சிறப்பும் இதுபோல் புக்கு போல் இறக்கிறான். பின்ன 2017 லாஸ்ட்டு கும்பாபிஷேகம் நடந்து 2029 அடுத்த கும்பாபிஷேகம் வருது. இப்போவே அதை பற்றி பிளான் பண்ணுங்க. பின்ன இந்த கமிட்டிக்கு ஒரு எக்ஸ்க்ளூசிவ் டாஸ்க் இருக்குது. அதுக்கு நம்ம எல்லோரும் சப்போர்ட்டு கொடுக்கணும். அது இதே ஒரு கோல்டன் ஆப்பர்ச்சுனிட்டியாக நினைக்கிறேன். இங்கே சொல்ல வேண்டிய சமயம் இல்லைங்களும் இங்கே சொல்ல வேண்டிய சமயம் அதோடு சொல்கிறேன். நமக்கு ஒரு மண்டபம் இருக்குது. அந்த மண்டபத்தை நம்ம இந்த 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 மண்டபம் எப்படி வந்ததுன்னா லக்ஷ்மணையர் இப்போ நினச்சா சங்கடம் வருது. அவர் பட்ட பாடு, அவர் கமிட்டியும் பட்ட பாடு நமக்கு சொல்ல முடியாது. അതുപോലെ നമുക്ക് നല്ല ഒരു വനിതാ ടീം ഇരിക്കുക, കലാപം മീനാവും ഇരിക്കുക, അവളെല്ലാം വിചാരിച്ചാൽ നടക്കും. എന്നുവെച്ചാൽ இந்த லேடிஸ் விசாரித்தா ஒவ்வொரு புருஷனோடும் சக்ஸஸ்க்கு முன்னால் ஒரு லேடிஸ் ஆகும். இப்போ அவள் 2 பேரும் ஒரு டைனாமிக் பர்சனாலிட்டி ஆகும். அவள் நல்லாஷன் சப்தாத்தில் இதுக்கு பற்றி பேசியிருக்காரு.
അപ്പോൾ கிருஷ்ணனோட அருளாலும் எல்லா தெய்வங்களோட அருளாலும் നമുക്ക് അതുകൊണ്ട് പൂർത്തീകരിക്കാൻ முடியும். നീണ്ട പ്രസംഗം ചെയ്യൽ കാരണം വെച്ചാൽ ഒരുപാട് സമയമാச்சு. இந்த സോവനീരിലെ എല്ലാ ആശംസകളും ദൈവത്തോട് കൃപയിൽ ഗണപതിയോട് കൃപയിൽ ഞാൻ ചൊല്ലിக்கிறேன். പിന്നെ എനിക്കൊരു ഭാഗ്യമാണ് இதுக்கு முன்னால் இருக்க இந்த 3 புக்குக்கும் அந்த சோவனியர் கமிட்டியும் புக்கில் இட்டு அந்த புக்கில் நானும் கமிட்டி எங்கள் மாமா சிஆர்எம் இருக்க காலம் தொட்டு இந்த சப்தாவில் கூட தான் எப்போ இருக்கேன். இந்த அம்மங்கோல் சிறப்புக்கும் மற்ற புக்கும் தெய்வம் அனுகரித்தால் என் ஆரோக்கியம் எனக்கு இருந்தால் ஃபண்ட்ஸு என்ன கொண்டு முடிஞ்சு எவ்வளவு ஃபண்ட்ஸு வேணுமானாலும் நான் பிரித்து தரேன். இந்த ஒரு இதாக எனக்கு சொல்ல முடியும். உங்கள் எல்லாருக்கும் நமஸ்காரம். கடைசியில் ஒரே ஒரு வார்த்தை, நன்றி, வணக்கம். கலாகட்டாச்சு. நான் சிவமணியாக்கும், அவர் பேர் சிவசுப்ரமணி சொன்னேன், அவர் சிவமணியாக்கும். அதுபோல் பேர் தட்டி போச்சு, என்ன நீண்டனம் அவர் சிவமணி. கலாவுக்கு ரொம்ப தேங்க்ஸ். ശ്രീ കെ മഹാദേവൻ സാറിനെ പൊന്നാടയണിച്ച് ആദരിക്കുന്നതിന് എഡിറ്റോറിയൽ കമ്മിറ്റിയിലെ ശ്രീ രാമസ്വാമി സാറിനെയും മെമൻറ്റോ നൽകി ആദരിക്കുന്നതിന് എഡിറ്റോറിയൽ കമ്മിറ്റിയിലെ ശ്രീ വെങ്കട സുബ്രഹ്മണ്യ സാറിനെയും വിപ്രധ്വനിയുടെ അസോസിയേറ്റ് എഡിറ്റർ കൂടിയാണ് സാറിനെ ക്ഷണിക്കുന്നു. സ്വാമി ശരണം. ശാസ്താപാട്ട് സംഘത്തിലെ അംഗങ്ങളെ മുന്നോട്ട് വരാൻ ക്ഷണിക്കുകയാണ്. അവരെ ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കണമെന്ന് ഒരു താല്പര്യമുണ്ട്. എല്ലാവരും ഒന്ന് മുൻപിൽ വരണമെന്ന് അപേക്ഷിക്കുന്നു. ശ്രീ ഗോപൻ സാറാണ്. തിരുമേനി ഒരു മിനിറ്റ്, നമ്മുടെ നൽനാഷൻ സാറിനെ ക്ഷണിക്കുന്നു. സ്വാമി ശരണം. ശരണമയ്യപ്പ. ശ്രീ വെങ്കട്ടരാമണ്ണ. സുബ്രഹ്മണ്യണ്ണ. എന്താ അണ്ണാക്ക് മൊമെന്റോ. തിരുമേനി സുബ്രഹ്മണ്യ സാറിന് കൃഷ്ണമൂർത്തി അണ്ണ. കൃഷ്ണമൂർത്തി അണ്ണ വാങ്ങോ. ശരി, സാർ അടുത്ത ഇത് വാങ്ങി. ശരി, തിരുമേനി ഇരിക്കണം. സുബ്രഹ്മണ്യണ്ണ നിങ്ങൾ കൊടുங்க பார்க்கலாம். മുരുകണ്ണ.
സ്വാമിയേ ശരണമയ്യപ്പ. ശ്രീ രാജേഷ്, ഈ 100ാം പങ്കിനിയുത്തര ബാബാ രാജേഷ്. രാജേഷിനെ ആദരിക്കുന്നതിന് യജ്ഞവിധാനം. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. ശതാബ്ദി പങ്കിനിയുത്തര മഹോത്സവത്തിൻ്റെ സ്മരണിക പ്രകാശന ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുവാൻ നമ്മുടെ ഊർജ്ജസ്വലനായ സെക്രട്ടറി ശ്രീ VL ഹരിഗണേഷ് അവരെ ക്ഷണിക്കുന്നു. സ്വാമി ശരണം. സ്വാമിയേ ശരണമയ്യപ്പ. ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ മഹാബാഹോ ശാസ്ത്രയതുഭ്യം നമോ നമഃ. കുറച്ച് ശ്ലോകങ്ങളെ അയ്യപ്പസ്വാമിയെ പറ്റി അറിയാവൂ. ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നത് പங்குനിയുത്ര ശതാബ്ദി ആഘോഷങ്ങളുടെ സ്മരണിക പ്രകാശന വേദിയിലാണ്. ആദ്യമായി ഗ്രാമദേവനായ മഹാഗണപതിയെയും ദേശദേവനായ അനന്തപത്മനാഭസ്വാമിയെയും എൻ്റെ പരദൈവതയായ പറക്കാട്ട് ഭഗവതിയെയും എൻ്റെ ഇഷ്ടദൈവമായ അയ്യപ്പസ്വാമിയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യമായ നന്ദി പ്രകാശനത്തിലോട്ട് കടക്കുകയാണ്. സ്വാമിയേ കണ്ണണ്ണ ഞങ്ങളുടെ ഒരു ഗുരുസ്വാമി കൂടെയാണ്. ഞങ്ങളുടെ ഗുരുസ്വാമി ഈ വേദിയിൽ വന്നത് തന്നെ ഞങ്ങൾക്ക് വളരെ അധികം സന്തോഷമാണ്. ലേറ്റായി വന്നാലും ലേറ്ററ്റായി വന്നിട്ടുണ്ട്. കണ്ണണ്ണ അവിടെ ഫ്രണ്ടിൽ വരേണ്ടതാണ്. കണ്ണണ്ണ ശ്രീധർമ്മശാസ്ത്ര ഇന്ന് ഈ വേദിയിൽ ഒരു ധന്യമുഹൂർത്തമാണ്. ഇവിടെ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെല്ലാം തന്നെ അവരവരുടെ മേഖലകളിൽ പ്രശസ്തനും അതുപോലെ തന്നെ സാത്വികരുമായ മനുഷ്യരാണ്. വളരെയധികം സാത്വികമായ മനുഷ്യരെന്നാണ് എനിക്ക് ഈ വേദിയിൽ ഇപ്പോൾ തോന്നുന്നത്. ആദ്യമായി ഞാൻ പ്രാർത്ഥന ചൊല്ലിയ നമ്മുടെ ഗ്രാമത്തിലെ കുട്ടിയായ പൂർണ്ണലക്ഷ്മിക്ക് എൻ്റെ പേരിലും CGBSൻ്റെ പേരിലും ഗ്രാമനിവാസികളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി ഞങ്ങളെല്ലാം സ്നേഹത്തോടെ വിളിക്കുന്ന S. ശങ്കർ, ഞങ്ങൾ വിളിക്കുന്നത് ഭക്തി പ്രകാശ് എന്നാണ്. ചേട്ടൻ ഭക്തി മാർഗത്തിലാണ് കൂടുതൽ ഉള്ളത്. അത് ചേട്ടന് എൻ്റെ പേരിലും CGBSൻ്റെ പേരിലും ഗ്രാമനിവാസികളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി CGBSൻ്റെ സാരഥി എന്ന് പറഞ്ഞാൽ
കൃഷ്ണനെ പോലെ ഞങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്ന ഞങ്ങളുടെ യജ്ഞനാരായണ മാമാവെയാണ്. മാമാവിനെ CGBSൻ്റെ പേരിൽ പറയുന്നില്ല, എൻ്റെ പേരിലും ഗ്രാമനിവാസികളുടെ പേരിലും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ വിശിഷ്ട വ്യക്തിയായ നമ്മുടെ ഉദ്ഘാടന പ്രസംഗം നടത്തിയ നമ്മുടെ ഉദ്ഘാടനവും കൂടെ നിർവഹിച്ച, ഞാൻ പേര് പറയുന്നില്ല, എന്നാൽ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമായി ഞാൻ തെക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഞാൻ സ്ഥിരമായി പോയി തൊഴുകയാണ്. ഞാൻ വിളിക്കുന്നത് തിരുമേനി എന്നാണ് വിളിക്കാറുള്ളത്. വളരെ സാത്വികനായ മനുഷ്യനും വേദപണ്ഡിതനും വളരെ വളരെ ലളിതമായ, അത് എപ്പോഴും ഒരു ചിരി. ഞാൻ അവിടെ പോയി ചെല്ലുമ്പോൾ ഹരിവരാസനം വരെ പാടിയിട്ടാണ് വരുന്നത്. അത് ആ തിരുമേനിയുടെ ഇവിടെ ഈ വന്ന ഈ വേദി, എനിക്ക് തോന്നുന്നു ഈ വേദിയിൽ വന്നതിന് ശേഷം ഈ വേദിയിൽ ഒരുപാട് മഹാന്മാർ വന്ന് ഭജനയും ഭാഗവതവും എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ്. തിരുമേനിയുടെ ആഗ്രഹം പോലെ തന്നെ ഉടൻ തന്നെ ശബരിമലയിൽ മേൽശാന്തിയായി അദ്ദേഹത്തിന് കിട്ടണമെന്ന് ഗ്രാമനിവാസികളുടെ പേരിൽ ഞാൻ മനസ്സാൽ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. തെക്കാട് ശ്രീധർമ്മശാസ്താവ്, ശബരിമല ധർമ്മശാസ്താവ് സ്വാമിയോ. തിരുമേനിക്ക് എൻ്റെ പേരിലും CGBSൻ്റെ പേരിലും ഗ്രാമനിവാസികളുടെ പേരിലും 1000 നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി ഡോക്ടർമാരെ നമ്മൾ കാണുമ്പോൾ തന്നെ ദൈവതുല്യരായി കാണുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവം നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെടാറില്ല. ഇതേപോലെ ഡോക്ടർമാരുടെ രൂപത്തിലാണ് വന്ന് പ്രത്യക്ഷപ്പെടുന്നത്. ഇത്രയും സൗമ്യനായ ഒരു ഡോക്ടറെ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും അത്രയും സൗമ്യനും എല്ലാ മേഖലകളിലും വ്യക്തിത്വം തെളിയിച്ച ഞങ്ങളുടെ പ്രിയങ്കരനായ വലിയശാലയുടെ തന്നെ അഭിമാനമായ സഹസ്രനാമ സാറിന് എൻ്റെ പേരിലും CGBSൻ്റെ പേരിലും ഗ്രാമനിവാസികളുടെ പേരിലും ഞാൻ 1000 നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ മേൽശാന്തി മുൻ പമ്പ മേൽശാന്തി ഞങ്ങളുടെ കൂടെ പാട്ടുപാടി അയ്യപ്പസ്വാമിയെ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മുടെ മുമ്പിൽ വന്ന് ഇരിക്കുന്ന നമ്മുടെ സുബ്രഹ്മണ്യ ചേട്ടന് എൻ്റെ പേരിലും CGBSൻ്റെ പേരിലും ഗ്രാമനിവാസികളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി ഈ എഡിറ്റോറിയലിന് വേണ്ടി ഒരുപാട് രാപ്പകൽ കഷ്ടപ്പെട്ട നമ്മുടെ ശ്രീറാം ചേട്ടനും നമ്മുടെ സുബ്രഹ്മണ്യ ചേട്ടനും CGBSൻ്റെ പേരിൽ പറയുന്നില്ല, എൻ്റെ പേരിലും ഗ്രാമനിവാസികളുടെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി ഞങ്ങളുടെ പ്രിയങ്കരനായ കൗൺസിലർ S. കൃഷ്ണകുമാർ ചേട്ടനാണ്. ചേട്ടനെ ഞാൻ ഏത് ഇതിലും പറയുന്നത് 24/7 എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്തെന്ന് വെച്ചാൽ ഏത് സമയത്തും എന്ത് പ്രശ്നങ്ങളുണ്ടായാൽ പോലും ഉടൻ തന്നെ ഓടി വന്നെത്തി ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ വഴികാട്ടിയും ഇത്രയും സൗമ്യനായ ഒരു കൗൺസിലർ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാ കാര്യങ്ങളും ഉടൻ തന്നെ ഒരു ചെറു പുഞ്ചിരിയോടെ വന്ന് ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തരുന്ന കൃഷ്ണകുമാർ ചേട്ടന് സമുദായത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും CGBSൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഉടൻ തന്നെ ഇലക്ഷൻ വരികയാണ്. അടുത്ത ഇലക്ഷനിൽ തന്നെ ചേട്ടൻ ഇനിയും MLA ആവണം, മന്ത്രിയാവണം, ഈ ഗ്രാമത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യം ചെയ്യണമെന്ന് ഞാൻ ചേട്ടനോട് വിനീതമായി ഈ വേദിയിൽ. അടുത്തതായി വേദിയിൽ ഇന്ന് വന്നിട്ടില്ല ഗായത്രി സുബ്രഹ്മണ്യം മാഡത്തിന് എൻ്റെ പേരിലും CGBSൻ്റെ പേരിലും ഗ്രാമനിവാസികളുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്ത കസ്തൂരി രംഗൻ സാർ ഈ വേദിയിൽ ഒരു സ്മരണിക ഇറക്കുന്നതിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം കുറിച്ച് സാർ നന്നായിട്ട് വിശദീകരിച്ച് തന്നു. സാറിൻ്റെ ഒരുപാട് തിരക്കിട്ട സമയം മാറ്റിവെച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന കസ്തൂരി രംഗൻ സാറിന് എൻ്റെ പേരിലും CGBSൻ്റെ പേരിലും ഗ്രാമനിവാസികളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇത് പ്രധാനമായി ഈ സ്മരണിക ഇത്
നമ്മൾ പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ മുന്നിട്ട് വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മഹാദേവൻ സാർ. സാർ ഒരുപാട് മേഖലകളിൽ സാറിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തി കൂടെയാണ്. സാറിന് എൻ്റെ പേരിലും ചാല ഗ്രാമ ബ്രാഹ്മണ സമുദായത്തിൻ്റെ പേരിലും ഗ്രാമനിവാസികളുടെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഈ അടുത്തൊരു വ്യക്തി കൂടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ശാസ്താപാട്ട് ടീമിൽ. അയ്യപ്പൻ ചേട്ടൻ വേദിയിലേക്ക് വരേണ്ട. ശരണമയ്യപ്പ. ഈ സ്മരണിക എല്ലാവർക്കും ഒരു മുതൽക്കൂട്ടായി തന്നെ ഇരിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എല്ലാവരും ഇതിൽ മാക്സിമം എല്ലാ ഡോക്യുമെൻസും ഡീറ്റെയിൽസും എല്ലാം കളക്ട് ചെയ്തിട്ടാണ് ഈ സൂനിയർ പബ്ലിഷ് ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞതുപോലെ പേഴ്സണലായി ഞങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യണം. ഗ്രൂപ്പിൽ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്ത പ്രോജക്റ്റ് കൂടി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഈ വേദിയിൽ പങ്കിടുകയാണ്. ഞങ്ങൾ സ്മരണികയിൽ ഞങ്ങളുടെ വലിയശാല ധർമ്മശാസ്ത്ര ഭജന മഠത്തിൻ്റെ ഒരു രേഖാചിത്രം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഉടൻ തന്നെ അതിനുള്ള നടപടികൾ ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. അതിന് നമ്മുടെ എല്ലാ ഗ്രാമനിവാസികളുടെയും പൂർണ്ണ സഹായം ഇതിൽ ഉണ്ടാവണമെന്ന് വിനീതമായി പ്രാർത്ഥിക്കുന്നു. അടുത്ത പങ്കുനിയുത്രവും ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത പങ്കുനിയുത്രമെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് വെച്ച് തന്നെ ആഘോഷിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട്. അതിനെല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണമെന്ന് ധർമ്മശാസ്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ പേരിലും CGBSൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം. സ്വാമി ശരണം. ശതാബ്ദി പങ്കുനിയുത്തര സ്മരണിക പ്രകാശന ചടങ്ങ് പൂർണ്ണമാകുകയാണ്. ഓം പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ഛിതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.